Good evening, ma'am. Good evening. Good evening. Good evening, all. Good evening, ma'am. Good evening, ma'am. Good evening. 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 Okay. We'll start with our prayer. Good evening, all. Okay, anyone is there to provide prayer? Is there anyone? Or else we can have a silent practice. All of God's creations is beautiful. Everything good on the earth is God's creation. The sun's morning rise, snowdrops falling on leaves, flowers that bloom on plants, the sound of wind and waterfalls, the song of the bird belongs to God. Life are all in God's hand. Thank you God for protecting us. Thank you God for our life. മഴയുണ്ടോ നിങ്ങളുടെ അവിടെയൊക്കെ? Here it is heavy rain. Yes, ma'am. Thunder was മഴയുണ്ട് Ma'am, heavy ഇടിമിന്നലും ഇടിവെട്ടും ഉണ്ട്. ഞാൻ ഈ മോഡം കത്തിപ്പോന്നുള്ള ടെൻഷനിലാണ് ഞാൻ. ക്ലാസ് ഉണ്ടല്ലോ. മോൻ എന്നോട് പറഞ്ഞു മോഡം ഓഫ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു എനിക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറയുക. ഓക്കെ, എനിവേ, ഹൂ ഈസ് റെഡി ഫോർ ഡൂയിങ് സൈനിങ്? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ലാസ്റ്റ് ക്ലാസ്സിലെങ്ങാനും കഴിഞ്ഞ ഇന്നെങ്ങാനും സൈൻ ഇൻ ചെയ്ത് തുടങ്ങിയിരുന്നോ? സൈൻ ഇൻ ആൻഡ് സൈൻ ഔട്ട്. എന്താ മാം, എനിക്ക് മനസ്സിലായില്ല എന്തായിരുന്നു അത്? ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മുടെ പ്രെയർ കഴിയുമ്പോൾ ഒരു സൈൻ ഇൻ ചെയ്യണം എന്ന്. റെഡിയാണ് എന്ന് എല്ലാരും പറഞ്ഞിരുന്നു. രമ്യൊക്കെ റെഡി ആണെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെയാണ് ശരിക്കും ക്ലാസ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആഫ്റ്റർ പ്രെയർ വി ഹാവ് ടു സൈൻ ഇൻ, then our sessions. After that, when the class is winding up, that time we have to present a theme song. After that, everybody has to come and sign out. When you people are giving the sign in, you have to move forward. When you are giving sign out, you have to move backward. സൈൻ ഇൻ ആൻഡ് സൈൻ ഔട്ട് രണ്ടൊരു ആക്ടിവിറ്റി പോലെ തന്നെ. അപ്പൊ നമുക്കൊരു എല്ലാവർക്കും അത് ഏത് യുണീക്ക് വേയിൽ വേണമെങ്കിലും ചെയ്യാം. ഒപ്പനയായിട്ടോ മാർഗംകളിയായിട്ടോ തിരുവാതിരയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാൻസ് ഫോം, ഏതെങ്കിലും എക്സസൈസ് ഫോം, അങ്ങനെ എന്ത് രീതിയിലും സൈൻ ഇൻ ചെയ്തിട്ട് പോവാം. ഒരാൾ ചെയ്യണത് തന്നെ വേറൊരാൾ റിപ്പീറ്റ് ചെയ്യരുത്. സെയിം ആക്ഷൻ ഒക്കെ തന്നെയാണെങ്കിലും അതിലൊരു യുണീക്നെസ് വരുത്തുക.
ആരാ രണ്ടുപേര് റെഡി ആയിട്ടുള്ളൂ? ആരുമില്ല. മാം നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം മാം. കോൾഡ് ആയിട്ട് സൗണ്ട് ഒക്കെ പോവുക, അത് കാരണം നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. കീപ് സ്മൈലിംഗ് രമ്യ വന്നില്ലേ? രമ്യ ആയിരുന്നു ആദ്യം പറഞ്ഞത് ഞാൻ ചെയ്യാം. ഓക്കെ ഫൈൻ. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. ലിൻഡ കുറെ ദിവസമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നോ? ഇല്ലില്ല, ഒത്തിരി നാളായി. അതെയോ? ഓക്കെ ലിൻഡ, ഒന്നുമില്ല. നമുക്ക് ശരിക്കും ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ പ്രെയർ സോങ്ങിന് ശേഷം നമ്മൾ സൈൻ ഇൻ ചെയ്യണം. സൈൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, റേഡിയോ ജോക്കിയും വീഡിയോ ജോക്കി എല്ലാം വന്നിട്ട് ഐ ആം സോ ആൻഡ് സോ സൈനിങ് ഇൻ എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. ആർജിസ് പറയുമ്പോൾ നമ്മൾ അവരുടെ വോയിസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. പിന്നെ അവർക്ക് ഓരോ ആർജിസിന്റെയും വോയിസ് മോഡുലേഷനും ടോണും സെപ്പറേറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് അവർ പറയുന്നതായിട്ട് അവരുടെ ഓരോരുത്തരുടെ രീതികൾ വളരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും പലരും യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ സൈൻ ഇൻ ചെയ്യണം. പക്ഷെ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ ഓൺ ആക്കണം. വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് ഇപ്പം ഐ ആം ലിൻഡ സൈനിങ് ഇൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡാൻസ് ഫോമും കൂടെ ആക്ഷൻ കാണിക്കണം. ഡാൻസ് ഫോമോ എക്സസൈസിന്റെ ഫോമോ ആ രീതിയിൽ 2-3 സ്റ്റെപ്സ് മുന്നോട്ട് വെച്ചിട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നമ്മളൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാവരും ഗ്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ, നിങ്ങളിപ്പോ ഗുഡ് ഈവനിങ് ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഹോൾ ക്ലാസ്സിനെ ഒന്ന് ഗ്രീറ്റ് ചെയ്യുന്ന രീതിയിൽ വരാം. പിന്നെ എവറി ഡേ ഒരു തോട്ട് ഓഫ് ദ ഡേ അല്ലെങ്കിൽ കോട്ട് ഓഫ് ദ ഡേ, കോട്ട് പറയാം അല്ലെങ്കിൽ ഒരു തോട്ട് പറയാം. തോട്ട് ഒരു സ്മോൾ സ്റ്റോറി ആയിട്ട് പറയാം. സോ ഞാൻ ഇവിടെ അതിനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു സ്മോൾ സ്റ്റോറി ഞാൻ പ്രസന്റ് ചെയ്യാന്ന് വിചാരിക്കണം. ഒരിടത്തൊരു സ്മോൾ സ്റ്റോറി ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് തീരുന്ന രീതി, അതൊക്കെ നമുക്ക് തോട്ട് ഓഫ് ദ ഡേ ആയിട്ട് ആ സ്റ്റോറിയിൽ നിന്നൊരു മോറൽ കിട്ടുന്ന രീതിയിൽ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ക്ലാസ്സിൽ. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ നമ്മുടെ സെഷനിലേക്ക് പോകുന്നതും ലാസ്റ്റ് തീം സോങ്ങും സൈൻ ഔട്ടും ആയിട്ട് വരുന്നത്. ഓക്കെ, സ്റ്റോറി ഇതായിരുന്നു. ഒരിടത്തൊരു മ്യൂസിയം ഉണ്ടായിരുന്നു. ഈ മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ മ്യൂസിയം. ആ മ്യൂസിയത്തിന് ഒരു മിറർ റൂം ഉണ്ടായിരുന്നു. മിറർ റൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഗുഡ് ഈവനിങ്. മിറർ റൂം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? തിരിഞ്ഞാലും മിററായിരിക്കും. മിററായിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ റിഫ്ലക്ഷൻ ആയിരിക്കും ആ മിററിൽ കാണുന്നത്. ഓക്കെ, അപ്പോ ഈ മ്യൂസിയം എന്തായാലും രാവിലെ ഓപ്പൺ ചെയ്ത് വൈകുന്നേരം ആവുമ്പോൾ ക്ലോസ് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ഈവനിങ് ക്ലോസ് ചെയ്തു. പക്ഷെ ബാക്ക് ഡോർ അടയ്ക്കാനായിട്ട് സെക്യൂരിറ്റി മറന്നുപോയി. ഈ ബാക്ക് ഡോറിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഈ മിറർ റൂമിലേക്കാണ്. അങ്ങനെ ഒരു ഡോഗ് ഇങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് വന്ന് അപ്പോഴേക്കും ബാക്ക് ഡോർ തുറന്നു കിടക്കുന്ന കണ്ടപ്പോ ഓപ്പണിങ് കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ഡോഗും ക്യാറ്റും എല്ലാം അതിനകത്തേക്ക് കയറും. അങ്ങനെ ആ ഓപ്പണിങ്ങിലൂടെ കയറി അകത്ത് ചെല്ലുവാണ്. അകത്ത് ചെല്ലുന്നത് ഈ മിറർ റൂമിലേക്കാണ്. ബാക്കിയുള്ളതെല്ലാം ക്ലോസ്ഡ് ആണ്. പക്ഷെ മിറർ റൂമിന്റെ അവിടെ മാത്രം ഓപ്പൺ ആയി. ഈ ബാക്കിലെ ഡോറ് നേരെ അങ്ങോട്ടാണ് വരുന്നത്. അങ്ങനെ ഡോഗ് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയല്ല, കുറേ ഡോഗ്സ്. ആക്ച്വലി കുറെ ഡോഗ്സ് ഉണ്ടോ? ഈ ഒരു ഡോഗല്ലേ ഉള്ളൂ. അങ്ങനെ ഇവൻ കാണുന്നത് മുഴുവൻ കുറെ ഡോഗാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യും? സാധാരണ പട്ടികൾ പരസ്പരം കാണുമ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കുരയ്ക്കാൻ തുടങ്ങും. അങ്ങനെ ഹി സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ റൂമിന്റെ സ്ട്രക്ചർ അതുപോലെയായിരുന്നു. അവിടുത്തെ എന്ത് സൗണ്ട് വന്നാലും അവിടെ ഒരു എക്കോ, ഭയങ്കര എക്കോ ആയിരിക്കും. അപ്പം ഓരോ റിഫ്ലക്ഷനെ നോക്കിയിട്ടും ഇവൻ കുറയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അതെല്ലാം അതിനേക്കാൾ 10 മടങ്ങ് ശബ്ദത്തിൽ എക്കോ ആയിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഹി തോട്ട് ലൈക്ക് ബാക്കിയുള്ള ഡോഗ്സ് എല്ലാം അവൻ അഗെയിൻസ്റ്റ് ആയിട്ട് കുറയ്ക്കുവാന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം മോർണിംഗ് സെക്യൂരിറ്റി വന്നപ്പോ കണ്ടതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ഡോർ തുറന്നു കിടക്കുന്നു, അടയ്ക്കാൻ വിട്ടുപോയി. അയാൾ വേഗം കയറി വന്ന് നോക്കുമ്പോൾ മിറർ റൂമില് ഒരു ഡോഗ് ചത്തു കിടക്കും. ആക്ച്വലി ആ ഡോഗ് ചത്തു പോകാനായിട്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചു? അതിനെ ഉപദ്രവിക്കാൻ അവിടെ ആരും ഇല്ലായിരുന്നു. അതിന് ആവശ്യത്തിനുള്ള എയർ കിട്ടുന്നുണ്ടായിരുന്നു. അതിന് തിരിച്ചിറങ്ങി പോകാമായിരുന്നു. എങ്ങനെയാ അത് മരിച്ചത്?
പേടി ഉണ്ടാവാം. മെന്റലി വീക്കായി ആള്. ഒരുപാട് ആള് ഡൗട്ട്സിന് പ്രതിരോധിച്ച് പാനിക്കായി കുറെ നേരം ഡിഫെൻഡ് ചെയ്ത് നിന്നപ്പോ മെന്റലി ആകെ വീക്കായി പോയിണ്ടാവും. ഈ സാബു ആൽബി എന്ന് പറയുന്നത് നോ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ നോ എന്തായിരുന്നു? ഇത് മനസ്സിലാകാത്തയാണോ? മീൻസ് ആരെങ്കിലും ഹാം ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ആൻസർ ആയിരുന്നു നോ. ഓക്കെ, അപ്പൊ ശരിക്കും ഡോഗ് കണ്ടത് മുഴുവനും അതിന്റെ തന്നെ റിഫ്ലക്ഷൻ ആയിരുന്നു. അതിന്റെ തന്നെ ആ റിഫ്ലക്ഷൻ കാരണമല്ലേ നിങ്ങൾ പറഞ്ഞ മെന്റലി വീക്കായി, ഡൗൺ ആയിപ്പോയി, പാനിക് ആയിപ്പോയി. എല്ലാത്തിനും കാരണം ഡോഗിന്റെ തന്നെ റിഫ്ലക്ഷൻ ആണ്. സോ നമ്മൾ എന്തൊക്കെ നമ്മൾ ഡൗൺ ആവുന്നതും പാനിക് ആവുന്നതും എല്ലാം ഡ്യൂ ടു നമ്മളുടെ തോട്ട്സ് തന്നെയല്ലേ? കറക്റ്റ് അല്ലേ? ഇതുപോലുള്ള ചെറിയ സ്റ്റോറീസ് തോട്ട് ഓഫ് ദ ഡേ ആയിട്ട് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് തമ്മിൽ ഡിസൈഡ് ചെയ്യാം. ഇപ്പൊ 2-3 പേര് പ്രിപ്പയർ ചെയ്ത് വന്നാലും പ്രെയർ ഒരാൾ പറയുന്ന പോലെ തന്നെ ഒരാൾ തോട്ട് ഓഫ് ദ ഡേ പറയുക. അതൊരു സ്റ്റോറിയിലൂടെ പറയാം, അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം. പിന്നെ സൈൻ ഇൻ 2 പേർക്ക് ചെയ്യാം. നമുക്ക് നമ്മളുടെ നമ്മുടെ ക്ലാസ്സിന്റെ ഒരു ഫസ്റ്റ് 10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഇതെല്ലാം തീർക്കണം. എന്നിട്ട് സെഷനിലേക്ക് പോകുന്നു. ലാസ്റ്റ് 2 പേര് സൈൻ, ഇപ്പൊ തീം സോങ് ആയിട്ടില്ല, 2 പേര് സൈൻ ഔട്ട് ചെയ്തിട്ട് ക്ലാസ് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. ആ രീതിയിൽ ക്ലാസ്സിനെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമ്മള് ഡിഫൻസ് മെക്കാനിസം ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? നമ്മുടെ ബോഡിയെ ആരെങ്കിലും ഹാം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഫിസിക്കലി നമ്മൾ ഡിഫെൻഡ് ചെയ്ത് തന്നെ ദർ ഈസ് മെന്റൽ ഡിഫൻസ് ഇൻസൈഡ് അസ്. നമ്മൾ അറിയാതെ സംഭവിക്കും അത് പലപ്പോഴും. അതെന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു. അതൊരു കൊച്ചു കുട്ടിയിൽ നിന്ന് തുടങ്ങി അഡൾട്ട് പ്രായമായവരിൽ വരെയും ഈ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. കുറെയൊക്കെ നമ്മൾ ഈ ഡിഫൻസ് മെക്കാനിസത്തിനെ ഓവർകം ചെയ്യുന്ന സമയത്ത് ഈഗോ എന്നുള്ള സംഭവം, ആക്ച്വലി ഒരു ചെറിയ ഈഗോ വേണം, എന്തെങ്കിലാണ് നമുക്ക് സെൽഫ് ലവ് നടക്കുള്ളൂ. ഈ സെൽഫ് ലവ് എന്നുള്ളത് ഭയങ്കരമായിട്ട് ഓവർ സെൽഫിഷ് ആ ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് സെൽഫ് ലവിന് നമുക്കുണ്ടായിരുന്ന ഈഗോ എന്നുള്ളത് ഈഗോ സെൻട്രിസം ആയിട്ട് മാറുന്നത്. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ് ശരിക്കും ഈഗോ സെൻട്രിസം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് കൺസേൺ, അതൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അതെല്ലാം നമുക്ക് വേണം, പക്ഷെ അത് ഭയങ്കരമായിട്ട് ഓവറായിട്ടും വരും. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ളത് വരുമ്പോഴാണ് ഈഗോ സെൻട്രിസം എന്നുള്ള സംഭവം വരുന്നത്. ഇതെല്ലാം നമ്മളുടെ ഒരു ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് വരും. ചിലത് നമ്മൾക്ക് നല്ലപോലെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞത് കൂടാതെ ഞാൻ ആ ലിങ്ക് അയക്കാൻ വിട്ടു. ഞാൻ ഇന്നൊരു ക്ലാസ് എടുക്കാൻ പോയിരിക്കുമായിരുന്നു ഞാൻ പഠിച്ച സ്കൂളിൽ. അപ്പൊ അത് കാരണം എനിക്കത് വിട്ടുപോയി. ഓക്കെ, അപ്പൊ ആ ലിങ്കിലുള്ളത് ഞാൻ പറയാം. സിഗ്മണ്ട് ഫ്രോയിഡ് നമ്മൾ പറഞ്ഞു സൈക്കോ അനാലിസിസ് ആണ്, അനലൈസർ ആണ്. അദ്ദേഹത്തിന്റെ മകളുണ്ട് ആൻ ഫ്രോയിഡ്. ആൻ ഫ്രോയിഡ് ആണ് കൂടുതലായിട്ടും ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് പലതും പറഞ്ഞത്. ഇവർ 2 പേരുടെ ഒബ്സർവേഷൻസ് ആണ് ശരിക്കും ഈ ഡിഫൻസ് മെക്കാനിസം വരുന്നത്. പലപ്പോഴും അൺകോൺഷ്യസ്ലി നമ്മളുടെ മനസ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിഫൻസ് മെക്കാനിസം. ചില ആങ്സൈറ്റി, ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഡിഫൻസ് മെക്കാനിസം നമുക്ക് അറിയാതെ തന്നെ ഈ ഡിഫൻസ് മെക്കാനിസം വരും. ഓൾറെഡി പറഞ്ഞ റിപ്രഷൻ, ഇതെല്ലാം അൺകോൺഷ്യസ് ലെവലിലായിരിക്കുന്ന സമയത്താണ് വരുന്നത്. ഓക്കെ, ഡിനയൽ എന്നൊരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. നമ്മൾ ഡിനൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ് എന്താ? എന്നെ വേണ്ട എന്നങ്ങ് തീരുമാനിക്കുന്നത് അല്ലെ? ഡിനയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മളെ കൊണ്ട് കഴിയില്ല എന്നൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് പറയും. ഇപ്പം എക്സാമ്പിള് നമ്മളിപ്പോ ഒരു റൈഡ് ഒക്കെയുള്ള ഏതെങ്കിലും ഒരു അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില റൈഡ് കാണുമ്പോഴേക്കും അതിങ്ങനെ കറങ്ങുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരും അല്ലെ? അപ്പം അതിൽ കയറാനായിട്ട് നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുമ്പോൾ നമ്മൾ റിഫ്യൂസ് ചെയ്യുമല്ലോ. ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. ഡിനൈ, വേണ്ട, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണ്ട, എനിക്കത് ഇഷ്ടമായില്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നമ്മളത് ഡിനൈ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിനെ റിഫ്യൂസ് ചെയ്യുന്നു. അതാണ് ഡിനൈൽ, ഈ ഒരു ഡിഫൻസ് മെക്കാനിസം വരുന്നത്.
മിസ് മൊബൈലിലെ അപ്ലിക്കേഷൻ ഓരോന്ന് ചോദിക്കുമ്പോ ഇതുപോലെ ലവ് വേണോ ഇത് വേണോ ഈ ഡിനൈ എന്നുള്ള ഒരു ഇത് എഴുതി കാണിച്ച് കണ്ടിട്ടുണ്ട്. മൊബൈലിൽ നമ്മൾ എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോ അതെ അതെ ചെയ്യാൻ അലോ. പാടില്ല. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ എന്താ പറയാ സ്മോക്കിംഗ് ഭയങ്കരമായിട്ട് ഹാബിറ്റ് ആയിട്ടുള്ളവർക്ക് അത് നിർത്താൻ ബുദ്ധിമുട്ടാണല്ലോ. സ്മോക്കിംഗ് ആണെങ്കിലും ഡ്രിങ്കിങ് ആണെങ്കിലും ഹാബിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് നിർത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരെന്താ ആക്സെപ്റ്റ് ചെയ്യില്ല, എന്താ ദിസ് ഇസ് ബാഡ്, ഇതൊരു ബാഡ് ഹാബിറ്റ് ആണ്, ഇറ്റ് വിൽ അഫക്ട് ഹെൽത്ത് എന്നുള്ളത് അവർക്ക് അറിയാമെങ്കിലും അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ ഒരു കോമഡി ആയിട്ട് ആൾക്കാർ പറയില്ലേ, ഇങ്ങനെ ഏതോ ഒരു പണ്ട് തുടങ്ങി കേട്ടു തുടങ്ങിയതായി മദ്യത്തില് ഉഴുവിനിട്ടപ്പം അത് ചത്തുപോയി. അപ്പൊ അതിനെ അവര് പോസിറ്റീവ് ആയിട്ട് എടുത്തായിട്ടൊക്കെ ഒരു കമന്റും കോമഡി പോലെ സ്കിറ്റിലൊക്കെ കാണാറുണ്ടല്ലോ. വെച്ചാൽ അത് ഡിനയൽ എന്നുള്ളതിന്റെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. സ്മോക്കിംഗ് ബാഡ് ഹാബിറ്റ് ആണ്, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, കാരണം അവർക്കത് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. പ്രൊജക്ഷൻ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നമുക്കിപ്പോ ഒരാളെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കാം, പക്ഷെ നമ്മളുടെ സൂപ്പർ ഈഗോ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരാളെ ഇഷ്ടമല്ല. ഇപ്പൊ എനിക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ എനിക്കത് നിങ്ങളോട് പറയണം, രമ്യയോട് എനിക്ക് പറയണം എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെ പറയുന്നതിനേക്കാളും ഞാൻ അതിനെ വളച്ചു പറയും, അയാൾക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അയാളെ മൈൻഡ് ചെയ്യാറില്ല. ആക്ച്വലി എനിക്കാണ് ഇഷ്ടമല്ലാത്തത്, പക്ഷെ എനിക്കത് ഡയറക്ട്ലി പറയാൻ ഞാനത് ഡിഫെൻസീവ് ആയിട്ട് അതിനെ വെക്കും. ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴേക്കും കേൾക്കുന്ന ആൾക്ക് അതൊരു ഇതെന്താ അങ്ങനെ എന്ന് വിചാരിക്കില്ലേ. അതിന് പകരം നമ്മൾ എന്താ പറയാ, ഞാൻ അയാളോട് മിണ്ടുന്നില്ല. അപ്പൊ രമ്യ എന്നോട് ചോദിക്കാം എന്തുകൊണ്ടാണ് അയാളോട് മിണ്ടാത്തത്. ആക്ച്വലി എനിക്ക് അയാളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്, പക്ഷെ ഞാൻ അത് തുറന്ന് ഞാൻ സമ്മതിക്കില്ല. അതിന് പകരം ഞാൻ പറയും അയാൾക്ക് എന്നെ ഇഷ്ടമല്ല, സോ അതുകൊണ്ടാണ് ഞാൻ അധികം സംസാരിക്കാൻ പോകാത്തത്. അതാണ് പ്രൊജക്ഷൻ. നമ്മുടെ പ്രശ്നം വേറൊരാളുടെ തലയിൽ കെട്ടിവെക്കുന്നതാണ് പ്രൊജക്ഷൻ. നമ്മൾക്ക് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള തോട്ട്സ് വേറൊരാളിലേക്ക് മാറ്റും. പിന്നെ ഡിസ്പ്ലേസ്മെന്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റിനെ പറ്റി നമ്മളൊരു ഡിഫറൻസ് ഇങ്ങനെ പറഞ്ഞു. ഭയങ്കരമായിട്ട് കുട്ടികളിൽ ഭയങ്കര അഗ്രഷൻ, ഭയങ്കര അഗ്രസീവ് ഹൈപ്പർ ആക്റ്റീവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ അങ്ങ് ടയേർഡ് ആക്കുന്ന രീതിയിൽ ഏതെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് അവരെ മൂവ് ചെയ്യിക്കും. നമ്മൾ ഓൾറെഡി ആ ചാപ്റ്റർ കംപ്ലീറ്റ് കഴിഞ്ഞായിരുന്നു. ഞാൻ എക്സ്ട്രാ ഉണ്ടായിരുന്നത് ആ ലിങ്കിൽ നിന്ന് പറയാം, നാളെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പം അങ്ങനെ അഗ്രസീവ് ആയിട്ടോ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അവർക്ക് എന്തെങ്കിലും തെറാപ്പിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യിക്കുന്ന ഇതാണ്, അവരെ കൂടുതൽ ടയേർഡ് ആക്കുന്ന ആക്ടിവിറ്റി കൊടുക്കും. ഫുട്ബോളോ അങ്ങനെ സ്പോർട്സോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു വലിയ ബോള് കണ്ടിട്ടില്ലേ ജിമ്മിലൊക്കെ ഉണ്ടാവും, അത് രമ്യക്ക് അറിയായിരിക്കും. അതിൽ നമ്മളിങ്ങനെ ബൗൺസ് ചെയ്യും. ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ ഫസ്റ്റ് തെറാപ്പി ചെയ്യുമ്പോൾ ആ ബോളാണ് കൊടുക്കുന്നത്. അവർ ആ ബോളിൽ ഇങ്ങനെ മാക്സിമം അതിൽ തന്നെ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് അങ്ങനെ ആ രീതിയിൽ അവരെ നമുക്ക് മാറ്റാം. ഇനി ഇതുപോലെ നമ്മൾ പറഞ്ഞു, ഈ വഴി കൂടെ പോകുമ്പോ എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ വണ്ടി ഇട്ട് ചവിട്ടുക, വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ അത് ചെയ്യും. പിന്നെ ബോസിനെ ചീത്ത പറയാനായിട്ട് ബാത്റൂമിൽ പോയി അമ്മായി ബോസിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ അതിന്റെ ഒരു എക്സാമ്പിളാണ്. മാം പറഞ്ഞത് ശരി മാം. അവിടെ ജിമ്മിയുടെ ഒരു ഫാമിലി ജിം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു ഹസ്ബൻഡും വൈഫും ഒരു മോനും വന്നിരുന്നു. ആ മോനാണെങ്കിൽ ഭയങ്കര കുറുമ്പനാ. അപ്പൊ അവന്റെ കുറുമ്പ് നിർത്താൻ വേണ്ടിയിട്ട് ഇവര് ജിമ്മിൽ കൊണ്ടുവന്നേ. അങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്പൊ എന്ത് കൊടുത്താലും ഇവൻ ഒതുങ്ങിയിരിക്കില്ല. മറ്റുള്ളവർ വർക്കൗട്ട് ചെയ്യുമ്പോഴും അവൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് അച്ഛയ്ക്കും വർക്കൗട്ട് കൊടുക്കുമ്പോഴും അവൻ സമ്മതിക്കില്ല. അവസാനം അവര് പറഞ്ഞു, രംശേട്ടനാണ് ഈ കുട്ടികളെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഒന്നും പറയില്ല. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ പറ്റില്ല, മാഷ് എന്തെങ്കിലും ചീത്ത പറഞ്ഞോളോ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ എല്ലാ മെഷീൻസൊക്കെ ഇങ്ങനെ കേടാക്കും. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാ. അപ്പൊ ആള് എന്ത് ചെയ്തു, സ്വിസ് ബോളിൽ ഇങ്ങനെ പ്രാക്ടീസ് കൊടുത്തു. ഞാൻ പറഞ്ഞ രീതി തന്നെ ഉപയോഗിച്ച് അങ്ങനെ അവൻ സ്ലോലി കുറച്ച് മാറ്റങ്ങളായി. പിന്നെ ഇപ്പൊ അവര് നാട്ടിൽ നിന്ന് പോയി, ഗൾഫിലാണ്. അപ്പൊ കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവന് ഭയങ്കര മാറ്റമായി എന്തായാലും. ഓക്കെ, സബ്ലിമേഷനും അതുപോലെ തന്നെയാണ്. നമുക്ക് നമ്മളുടെ അഗ്രഷൻ വേറെ ഒന്നിലേക്ക്, അങ്ങനെ വരുന്ന ഇമ്പൾസിനെ ഒരു പോസിറ്റീവ് വേയിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും.
സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഓരോ ഡിഫൻസ് മെക്കാനിസത്തിനും നമ്മളുടെ തന്നെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള എക്സാമ്പിൾ എഴുതാനായിട്ട്. ഞാനത് ലിങ്കിന്റെ ഒപ്പം തന്നെ അത് അയച്ചേക്കാം. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റർ കഴിഞ്ഞു, നമ്മൾ അതെല്ലാം തന്നെ പറഞ്ഞു. അപ്പൊ അതിന്റെ എക്സ്ട്രാ ഉള്ളതിന്റെ ലിങ്ക് നാളെ ഷെയർ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നമ്മൾക്ക് ഇനി വരുന്നത് ലാസ്റ്റ് യൂണിറ്റ് ആണെന്ന് തോന്നുന്നു ഈ ഒരു മോഡ്യൂളിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഞാനത് ഷെയർ ചെയ്യാം. യൂണിറ്റ് 10 ആണ്, പാർട്ട് 2 യൂണിറ്റ് 10. മാം ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മാം ഞങ്ങളുടെ ഇംഗ്ലീഷിന്റെ നോട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഞാൻ മാഡത്തിനോട് പറഞ്ഞപ്പോ മാഡം പറഞ്ഞു ജിഷ മാമിനോട് ഇല്ലെങ്കിൽ നിഷ മാമിനോട് പറയാൻ പറഞ്ഞു. എനിക്ക് നിഷ എന്ന് പറഞ്ഞ ആളെ അറിയില്ല. അപ്പൊ അവര് പറഞ്ഞു ജിഷ മാം തന്നെയാണോന്ന് അറിയാനാണ്. ഇംഗ്ലീഷിന്റെ നോട്ട്സ് എനിക്ക് മനസ്സിലായില്ല. ഇംഗ്ലീഷ് ഞങ്ങൾക്ക് നോട്ട്സ് അവര് ഇതുവരെ PDF ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടില്ല. അവര് ചെയ്യുന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അവര് റെക്കോർഡ് ക്ലാസ് ഇട്ടപ്പോ അതിന്റെ കൂടെ നോട്ട്സ് PDF ഇട്ടിട്ടില്ല ആ യൂണിറ്റിന്റെ. അപ്പൊ ഞാൻ നഫ്സിയ മാമിനെ ജസ്റ്റ് ഒന്ന് അറിയിച്ചപ്പം പുള്ളിക്കാരി പറഞ്ഞു ജിഷ മാമിനോട് പറയ്, ഇല്ലെങ്കിൽ നിഷ മാമിനോട് പറയെന്ന് പറഞ്ഞു. അപ്പൊ ആ മാം തന്നെയാണോ അതിന് വേറെ ജിഷ ഉണ്ടോന്ന് അറിയാം. നഫ്സിയ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എടുത്തിരുന്ന ടീച്ചർ അല്ലേ? അതെ അതെ. ഓക്കെ, അത് ഞാൻ പറയാട്ടോ. കാരണം നമുക്ക് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിഷ എന്ന് പറഞ്ഞ വേറൊരു ടീച്ചർ ഉണ്ട്. ടീച്ചർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്ന, പക്ഷെ ടീച്ചേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആ മിസ്സാണ്. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞേക്കാം, ടീച്ചറോട് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഇപ്പൊ തന്നെ വരുന്ന ആളാ ദിവസവും. ഞാൻ പോകുന്നത് വളരെ റെയർ ആണ്. ടീച്ചറാണ് നമ്മുടെ ടീച്ചേഴ്സിന്റെ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ക്വറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യണതും അത് സോർട്ട് ഔട്ട് ചെയ്യുന്നതൊക്കെ ടീച്ചർ. ഞാൻ പറഞ്ഞു, ഇതുവരെ PDF കിട്ടിയിട്ടില്ല അല്ലേ? അല്ലേ പറഞ്ഞേ? അതെ മാം. ഇപ്പൊ ലാസ്റ്റ് PDF അവര് ഓരോ യൂണിറ്റ് എടുക്കുമ്പോഴാണ് ഇടുന്നത്. പക്ഷെ എടുത്ത് ഫസ്റ്റത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അവര് അപ്ലോഡ് ചെയ്യാറ്. പക്ഷെ ഇപ്പൊ ഇതുവരെ ലാസ്റ്റ് ഇപ്പൊ എടുത്തത് യൂണിറ്റ് 7 ആണ് എടുത്തത്. അത് ഇതുവരെ ഇട്ടിട്ടില്ല. ഒരു 3-4 days ആയി. ഇതുവരെ ഇട്ടിട്ടില്ല അവര്. പുതിയ ടീച്ചർ മാറിയിട്ടുണ്ടല്ലേ ഇംഗ്ലീഷിന്? ഇല്ല മാം, സ്റ്റാർട്ടിങ് തുടങ്ങി സെയിം ലേഡിയാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. ഓക്കെ മാം, എക്സ്ക്യൂസ് മീ. യെസ് മാം, ഞാനൊരു ഡൗട്ട് ചോദിക്കാണ്. നമ്മളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എങ്ങനെയാണ് നമ്മൾ ലൈവ്ലി ആക്കുക? നമ്മൾ എങ്ങനെയാണ് അത് തുടക്കം, ഒരു സ്റ്റാർട്ടിങ് നമുക്കൊക്കെ എനിക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് എങ്ങനെയാണ് നമ്മൾ എടുത്തു തുടങ്ങുക എന്നുള്ളത്. അപ്പൊ എപ്പോഴെങ്കിലും മാം അതിന് ഞങ്ങൾക്കൊരു ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ബ്രീഫ് തരികയാണെങ്കിൽ ഉപകാരമായിരിക്കും തോന്നുന്നു. നമ്മൾ ശരിക്കും ഒരു ക്ലാസ് അഥവാ ഏത് കുട്ടികൾക്കാണെങ്കിലും എടുക്കാൻ പോകും, നമ്മൾ ഓൾറെഡി ക്ലാസ് ഏത് ക്ലാസ്സിനാന്നുള്ളത് നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ പോകുന്ന സ്കൂളിൽ അവരുടെ സിലബസും അവരെന്തായാലും പറയും. പിന്നെ എന്തെടുക്കണം എന്നുള്ളതും പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ടീച്ചേഴ്സ് കുറെ പോർഷൻസ് അവിടെ കവർ ചെയ്തിട്ടുണ്ടാവും. നമ്മള് ഇത് പറയും ഏത് ടോപ്പിക് എടുക്കണം എന്ന് അവരെന്തായാലും പറയും. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, പറഞ്ഞില്ലെങ്കിൽ ഞാൻ വന്ന് ഏത് ടോപ്പിക് എടുക്കണം, ടീച്ചേഴ്സ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ എടുക്കണ്ടേ, ഏത് പോർഷൻ എടുക്കണ്ടെന്ന് ചോദിക്കണം. അവരങ്ങനെ പറയുവാണെങ്കിൽ തന്നെ നമുക്കത് പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. ഞാൻ പറഞ്ഞു 2 hours ആണ് ക്ലാസ് എങ്കിൽ നിങ്ങൾ 5 hours അല്ലെങ്കിൽ 6 hours പ്രിപ്പയർഡ് ആയിരിക്കണം. ചിലപ്പോൾ ആ ടീച്ചർ പറയുകയാണ് വേറൊരു ക്ലാസ്സിൽ പോകണമെന്നോ എന്തെങ്കിലും പറയുവാണെങ്കിൽ. പിന്നെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തില് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിലും ശരി, ഇപ്പൊ നിങ്ങൾ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമായി ക്ലാസ്സസ് എടുക്കാനൊക്കെ ആയിട്ട് പോവാണെന്ന് വിചാരിച്ചു. ഒരു മനസ്സിലൊരു ഇതുണ്ടാവണം, ആ ഒരു ഏജ് ഗ്രൂപ്പിന് എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് നമുക്കറിയാലോ. നമ്മൾ ഒരിക്കലും പ്രീ പ്ലാൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോകരുത്. അവിടെ ചെന്ന് ആ ഗ്രൂപ്പിന്റെ വൈബ് മനസ്സിലാക്കുമ്പോൾ വേണം നമ്മൾ അത് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങൾ പോകുന്നത് ചെറിയ ക്ലാസ്സിലേക്കാണ്, KGസിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ
കുട്ടികൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല, ചിലപ്പോൾ അവര് തിരിഞ്ഞിരുന്ന് വർത്താനം പറയും. അങ്ങനെയൊക്കെ അവരാ ക്ലാസ് റൂം ഡിസിപ്ലിനിലേക്ക് ആകുന്ന കുട്ടികളായി വരുന്നതേ ഉള്ളൂ. അപ്പൊ അവർക്ക് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ആക്ഷൻ സോങ്ങോ അല്ലെങ്കിൽ എന്താ പറയാ നമ്പേഴ്സ് പഠിപ്പിക്കാനാണെങ്കിലും ലെറ്റേഴ്സ് പഠിപ്പിക്കാനാണെങ്കിലും എന്തെങ്കിലും വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോഴൊക്കെ ആയിരിക്കും, നല്ല കളർഫുൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള വിഷ്വൽസ് കാണിക്കുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം വരിക. അതുപോലെ ഇന്ന് ഞാൻ പോയ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 9th 10th ആയിരുന്നു. 10th ഓക്കെയാണ്. ഈ 9th സ്റ്റാൻഡേർഡിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോർമോൺ ചേഞ്ചസ് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന ഒരു പീരീഡ് ആണ് 9th. 10th ആവുമ്പോൾ ഓൾമോസ്റ്റ് അതൊക്കെ ഒന്ന് സബ്മിസീവ് ആകും. അവരുടെ തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്രീഡം ഉണ്ട്, ഭയങ്കര പ്രൈവസിയാണ് ഇപ്പോഴുള്ള ടീനേജേഴ്സിന്. എനിക്ക് ഫ്രീഡം ഉണ്ട്, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ പഠിക്കാം, ആരും ചോദിക്കാനോ പറയാനോ വരാൻ പാടില്ല, ഞാൻ മുടി വളർത്തും, വെട്ടാൻ ആരും പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ അവരുടെ തോട്ട്സ് ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് അവരെ ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാല് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുക. അവരുടെ നേരിട്ട് ഉപദേശിക്കാനോ നിങ്ങൾ ഇത്ര റെസ്പോൺസിബിലിറ്റി കാണിക്കണം, പാരന്റ്സിനെ അനുസരിക്കണം, ടീച്ചേഴ്സിനെ അനുസരിക്കണം ഒന്നും പറഞ്ഞാൽ അവരുടെ തലയിലേക്ക് കയറില്ല. അപ്പൊ ആകെ ഞാൻ ചോദിച്ചു, എന്നിട്ട് അവരോട് ചെയ്യിച്ചത് എഴുതാൻ പറഞ്ഞു. എഴുത്തിലൂടെ വരുള്ളൂ, എഴുതിയിട്ട് അത് ഷെയർ ചെയ്യിക്കുകയായിരുന്നു. അവരുടെ പീർ ഗ്രൂപ്പിന്റെ കാര്യങ്ങളും കേൾക്കുമ്പോഴും അവരെഴുതി വെച്ചത് പറയുമ്പോഴും അവർക്ക് ഒരു 90% കുട്ടികളിലെങ്കിലും അത് ഉള്ളിൽ കയറും. ഞാൻ പറഞ്ഞു ഞാൻ ആരാണെന്നുള്ളത് എഴുതാൻ പറഞ്ഞു അവരോട്. ആദ്യം അവര് സ്വയം ചോദിക്കുക ഹൂ ആം ഐ, അത് എഴുതാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടെ എന്തിനാണെന്ന് എഴുതാൻ പറഞ്ഞു. സ്കൂളിൽ ഞാൻ എന്തിനാണ്, ഞാൻ വീട്ടിൽ ഞാൻ എന്തിനാണെന്ന് ചോദിച്ചു. പിന്നെ ഒരു 20 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ ആയിരിക്കണം എഴുതിയപ്പോ തന്നെ അവർക്ക് ഭയങ്കര ഡിഫറൻസ് വന്നു. ഭയങ്കര റിബൽ ആയിട്ടുണ്ടായിരുന്ന കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചു പേരിങ്ങനെ സ്ലീപ്പി, അങ്ങനെ രാത്രി ഒന്നും ഉറങ്ങാതെ ഗെയിം കളിക്കുന്ന ആ ഒരു ഇതുണ്ടാവുമായിരിക്കും. അങ്ങനെ സ്ലീപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ തന്നെ കുറച്ചൊന്നും ഉണർന്നിട്ടുണ്ടാകണം. നമുക്ക് അതേ പറ്റുള്ളൂ അവരില്. ഈ കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണണം, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് ബോഡി ഇങ്ങനെ മൂവ് ചെയ്ത് അവർക്ക് റിതം താളം പഠിക്കാനുണ്ടത്. മറിയ മോണ്ടിസോറി ഫൈൻഡ് ഔട്ട് ചെയ്ത ഒരു ഒബ്സർവേഷൻ ആണ്. എപ്പോഴും ഒരു റിതം അവരിലേക്ക് പോകണം, അതിനനുസരിച്ചായിരിക്കും അവരിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കും. അവർക്കിപ്പം നമ്പേഴ്സ് പഠിപ്പിക്കുമ്പോഴും ആ ഒരു താളം. പണ്ട് നമ്മളെ സ്കൂളുകൾ, എന്റെ ഒരു ജനറേഷനിലൊക്കെ ഉള്ളവർക്കും അതിനുശേഷമുള്ളവർക്കൊക്കെ അറിയായിരിക്കും, നമ്മളെ ടേബിൾസ് പഠിപ്പിക്കുമ്പോൾ ഒരു താളത്തിലല്ലേ നമ്മളെ അന്നത്തെ ടീച്ചർമാർ പഠിപ്പിക്കാറ്. അത് താളം ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾക്ക് ആ ടേബിൾസ് അങ്ങനെ അറിയാം, ആ താളത്തിൽ തന്നെ അറിയാം അല്ലെ. ആൽഫബറ്റ്സ് പഠിപ്പിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ താളം അറിയാം. അപ്പൊ അതുപോലെ കുഞ്ഞു കുട്ടികൾ അവർ എപ്പോഴും ഒരു റിഥമിനോട് അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. മാക്സിമം അത് ചെയ്യുക. പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ് ചെയ്യിക്കാം, ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട്. നിങ്ങൾക്ക് അത് ഇനി വരുന്നേ ഉള്ളൂ, അടുത്ത പാർട്ടാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഫുള്ളി നമ്മൾ മോണ്ടിസോറി മെത്തേഡ്സിലേക്ക് വരിക ഫുള്ളായിട്ട്. അത് കഴിയുമ്പോഴേക്കും ഫസ്റ്റ് ബാച്ച് ഒക്കെ ഓൾമോസ്റ്റ് ആ ഒരു ലെവലായിട്ടുണ്ട്. അവർക്ക് അറിയാം ഒരു മോണ്ടിസോറി ടീച്ചർ എങ്ങനെയായിരിക്കും. ടീച്ചർ എന്നുള്ള വേർഡേ ഞങ്ങള് ആ മെറ്റീരിയലിൽ നിന്ന് വെട്ടി ഫെസിലിറ്റേറ്റർ എന്നാക്കി. നമ്മൾ ടീച്ചർ എന്ന് പറഞ്ഞ എല്ലാം നമ്മൾ മാറ്റി ഫെസിലിറ്റേറ്റർ എന്നാക്കി കഴിഞ്ഞു. അപ്പൊ അവർക്കറിയാം. ആകെ 1-2 പേർക്ക് മാത്രമാണ് കൺഫ്യൂഷൻ. അവർക്ക് പരീക്ഷ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതണം, ആ ഒരു രീതി. കാണാതെ പഠിച്ച് എഴുതുന്നല്ലോ ഇത്, അതൊരു ലൈഫ് ആപ്ലിക്കേഷൻ അല്ലേ, ലൈഫ് ലേണിംഗ് പ്രോസസ് അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ അത് നല്ല ട്രെയിനേഴ്സ് ആവട്ടെ നിങ്ങൾ എല്ലാവരും. കാരണം മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യണം എന്നുള്ളത്. കൺവെൻഷണൽ രീതിയിലുള്ള ടീച്ചിങ് അല്ല. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 minutes എവിടെയെങ്കിലും, ഇപ്പൊ അംഗൻവാടിയിലെ അഡോളസന്റ് ഗ്രൂപ്പിന് ക്ലാസ് എടുക്കാൻ വരാൻ പറഞ്ഞാലും നിങ്ങൾ പോകണം. അവിടെ ചെന്ന ഗ്രൂപ്പിന്റെ വൈബ് മനസ്സിലാക്കി നമ്മൾക്ക് ഡെഫിനറ്റ്ലി നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരും. മോണ്ടിസോറി പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു നല്ലൊരു പോസിറ്റീവ്നെസ് അതാ, നമുക്ക് ആ ട്രാൻസ്ഫോർമേഷൻ വരും. ഒത്തിരി പാരന്റ്സ് ഭയങ്കര പ്രശ്നമായിരുന്നു, ടീച്ചേഴ്സിന് ഡീൽ ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്കല്ല ആക്ച്വലി സെഷൻ കൊടുക്കേണ്ടിയിരുന്നത് ടീച്ചർമാർക്കായിരുന്നു. ടീച്ചർമാർക്കും പാരന്റ്സും. അതിൽ ഏറ്റവും ആദ്യം ടീച്ചേഴ്സിനായിരുന്നു ഓറിയന്റേഷൻ കൊടുക്കേണ്ടത്. പക്ഷെ അവര് മുന്നോട്ട് വരില്ല.
ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നു. ടീച്ചേഴ്സിന് പൊതുവെ ഒരു ഈഗോ ഉണ്ടല്ലോ, ഞങ്ങളെ പഠിപ്പിക്കാനോ, അങ്ങനെ ഒരു രീതിയിട്ട് അവരതിന് റെഡിയല്ല. ടീച്ചേഴ്സിന് നല്ലൊരു ഓറിയന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. സ്കൂളിന്റെ അറ്റ്മോസ്ഫിയറെ ടീച്ചർമാരുടെ ഒരു അപ്രോച്ച് കൊണ്ടാണ് പലപ്പോഴും ശരിക്കും കുട്ടികളെ നല്ല മാറ്റം വരുത്താൻ പറ്റുന്നത് ഈ ടീച്ചേഴ്സാണ്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. കാരണം മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ടീച്ചറിൽ നിന്ന് മാറിയിട്ടുള്ള രീതിയല്ലേ, നിങ്ങൾക്കെല്ലാം പറ്റും അത്. അങ്ങനെ ക്ലാസ്സസ് എടുക്കുക കേട്ടോ. അത് ഈ അടുത്ത പാർട്ടും കൂടി ആകുമ്പോഴേക്കും കറക്റ്റ് മനസ്സിലാകും എങ്ങനെ പോയി ക്ലാസ് എടുക്കണം എന്നുള്ളത്. ഫസ്റ്റ് ബാച്ചിന് ആ ഒരു കൺഫ്യൂഷൻ ഇല്ല. നിങ്ങൾക്ക് അതാവാത്തതിന്റെ ഓണമൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ എല്ലാവരും. ചിലർക്ക് അല്ലാതെ ജോയിൻ ആവാനുള്ള അവസരങ്ങൾ കിട്ടി. ഞാൻ അതല്ലാതെ പറയുക. അപ്പോ അങ്ങനെ ഓണം കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോഴേക്കും നമുക്ക് ആ ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഒക്കെ വരും. ഇപ്പോ മാം ഒരു കാര്യം, മാം ഇപ്പോൾ ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സ്കൂളിൽ ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ സ്കൂളിൽ ഒരു കുട്ടിയുണ്ട്. അവൻ ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അതായത് അവന് ഒരു അസംബ്ലി പോലും അവൻ നിൽക്കാനായിട്ട് പറ്റുന്നില്ല, ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല. അവന് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും. എന്നിട്ട് ടീച്ചറും ഭയങ്കര ഇത് കുറേ ആയപ്പോൾ ടീച്ചറിന് ഭയങ്കരമായിട്ട് ദേഷ്യം കയറാൻ തുടങ്ങി. ടീച്ചർ ദേഷ്യപ്പെടാൻ തുടങ്ങി. കുട്ടി അവൻ എന്ത് ചെയ്താൽ അവന് ദേഷ്യം വന്നാൽ അവൻ ഇരിക്കുന്നില്ല. അപ്പോൾ ഒരു തവണ ഇങ്ങനെ പുറത്തിറക്കി കളിച്ചപ്പം ഞാനും ഉണ്ടായിരുന്നു, കുട്ടികളെല്ലാവരുമായിട്ട് കളിച്ചപ്പോഴത്തേനും ഇവനോടൊരു അവന് ബോള് പിടിച്ചു വാങ്ങിച്ചോണ്ട് പോയി. അപ്പോൾ ആദ്യം എപ്പോൾ എന്നോട് പറഞ്ഞു, ടീച്ചർ ആ ബോൾ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു ആ ടീച്ചർ. അപ്പം ഞാൻ പറഞ്ഞു, ബോള് താന്ന് പറഞ്ഞിട്ട് തരുന്നില്ല, ഇങ്ങനെ പിടിച്ചു നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങ് താ നീയോ വടിയെടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളി തരുന്നേ ഇല്ല. അപ്പം എനിക്ക് തോന്നി ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അവിടെ പുള്ളീനെ സോഫ്റ്റ് ആക്കുകയേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, നല്ല കൊച്ചല്ലേ, ഗുഡ് ബോയ് അല്ലേ, ടീച്ചറിന് ആ ബോൾ തന്നേക്കാവോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ആ നിമിഷം ആ കൊച്ചാ ബോള് കൈ വിട്ടു. ആ നിമിഷം കുട്ടി എനിക്ക് ആ ബോള് തന്നു. അപ്പം എനിക്ക് തോന്നി അവൻ്റെ അടുത്ത് ദേഷ്യമല്ല നമ്മൾ ചെയ്യേണ്ടത്, അവനെ മയപ്പെടുത്തി നിർത്തി അവനോടൊപ്പം നിന്ന് വാങ്ങിയാലേ പറ്റുള്ളൂ. അപ്പം ഞാനത് ആ ടീച്ചറിനോട് ഞാനപ്പം ജസ്റ്റ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവന് ശരിക്കും ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അവന് നമ്മൾ നിൽക്കുമ്പം അവന് ചാടാൻ അവന് തോന്നുന്നത്. അപ്പം അവൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറേന്ന് ഞാൻ ഇങ്ങനെ പറയുന്ന ആ സമയത്ത് തന്നെ അവൻ്റെ വീട്ടിൽ നിന്നും കംപ്ലൈൻറ്റ് വന്നു. അവന് മുമ്പിരുന്ന ക്ലാസ്സിലെ ടീച്ചർ അവനെ നല്ലപോലെ മാനേജ് ചെയ്തു. ഇപ്പം അവൻ ഇരിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നവും കൂടി ഈ ടീച്ചറിന് മേൽ വന്നപ്പം ടീച്ചറും അയഞ്ഞു. ടീച്ചർ അയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ഇപ്പൊ കുട്ടി അവനെന്ന് വെച്ചാൽ ഭയങ്കര മാറ്റമായി. ആ കൊച്ച് ഇപ്പൊ ക്ലാസ്സിലിരിക്കാൻ തുടങ്ങി. ക്ലാസ്സിലിരിക്കാനും ടീച്ചേഴ്സ് പറയുന്നതും കേൾക്കാൻ തുടങ്ങി. മറ്റേന്ന് വെച്ചാൽ അവര് ഒരു ഒബെയിൻ ചെയ്യിപ്പിക്കാൻ, അവര് പറയുന്നത് ആ കുട്ടി കേൾക്കണം, ഞാൻ ടീച്ചറാണ്, അവനത് കേട്ടേ മതിയാവൂ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു അവർ നിന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാനും എനിക്ക് അവൻ ആ ബോൾ വിട്ടപ്പം എനിക്ക് മനസ്സിലായി ആ കുട്ടിയുടെ അടുത്ത് നമ്മൾ ദേഷ്യമല്ല ചെയ്യേണ്ടത്, അവനെ നമ്മൾ അവൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്താലേ ആ കൊച്ചു നിൽക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായപ്പം ഞാനും അത് ആ ടീച്ചറുമായിട്ട് ഷെയർ ചെയ്തു. പിന്നെ ആ ടീച്ചറിൻ്റെ പേര് വീട്ടിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ ടീച്ചർ അയഞ്ഞു. അപ്പം ഇപ്പോൾ അവർ ഭയങ്കര സ്നേഹമാണ്. ഇപ്പം ആ കൊച്ചാണേലും വരുമ്പോഴേ ഞാൻ പോകുമ്പം പറയുന്നത് അമ്മേ ഞാൻ പോവും അമ്മ, അവൻ ആ ഒരു ടൈപ്പാണ് കുഞ്ഞ്. അപ്പം അതുകൊണ്ട് അവനിപ്പോൾ ആ ടീച്ചറിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി. ടീച്ചറും വലിയ കാര്യമായിട്ട് അവനെ സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കുന്നില്ല. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ടീച്ചർ അത് പറഞ്ഞപ്പം നമ്മളിങ്ങനെ ഒരു കൗൺസിലിംഗ് ഒക്കെ തീർച്ചയായും ടീച്ചേഴ്സിന് കൊടുക്കുന്നത് നല്ല. കുഞ്ഞുങ്ങൾ അവർ ഓരോ വർഷം കഴിയും തോറും അവർ ടീച്ചേഴ്സ് എന്നുള്ള സീനിയോറിറ്റിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അവർ ഓരോ പിള്ളേർ വരുമ്പോൾ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ ക്യാരക്ടറാണ്. അപ്പം അതവർ മനസ്സിലാക്കാൻ ഇടയ്ക്ക് അവർക്ക് ഓരോ കൗൺസിലിംഗ് സ്കൂളുകളിൽ കൊടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ടീച്ചറിനെയും കൊച്ചിനെയും കണ്ടിട്ട്. പക്ഷെ ആ ടീച്ചറിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു കേട്ടോ. അവരത് ആക്സെപ്റ്റ് ചെയ്തു, എന്റെ കുറവുണ്ടെന്ന് മനസ്സിലാക്കി അവരത് തിരുത്തിയല്ലോ. ചിലർ അതിനും തയ്യാറാവില്ല അല്ലെ, അവരത്
അത് ഞാനും എന്നെ പോലെ ഒരാള് ഞാൻ ഫസ്റ്റ് ഞാന് ഇപ്പൊ ഈ വർഷം ജോയിൻ ചെയ്ത് കയറിയതാണ്. ഒരു കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യാതെ മോണ്ടിസോറി ട്രെയിനിയാന്നുള്ള രീതിയിൽ മാത്രം കയറിയിട്ട് ഞാനത് പറഞ്ഞത് ആ ടീച്ചർ അക്സെപ്റ്റ് ചെയ്തു എന്ന് ഓർക്കുമ്പോൾ ഞാനും ഹാപ്പിയാണ്. കാരണം എന്നെ അവർ കേട്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കും വന്നു. നല്ല കാര്യം ക്രിസ്റ്റാനിക്ക് പറയാൻ തോന്നിയില്ല. മടിച്ചിരുന്നെങ്കിൽ എന്തോ ആയിരുന്നു അല്ലേ അവര്. ഓക്കെ, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അല്ലെ? ഹലോ മിസ്സേ, നാളെ എനിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതായത് DED ആണേ. മറ്റേ DED ഇല്ലേ മിസ്സേ, TTCയുടെ? അതെ, മനസ്സിലായി. അപ്പൊ അതിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ലൈക്ക് ഈ ഡ്രസ്സിങ് സെൻസ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതെങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞത്? ഡ്രസ് കോഡാണോ? നമ്മള് ഇന്റർവ്യൂ കോഴ്സിനുള്ള ഇന്റർവ്യൂ ആണോ ജോലിയാണോ? B.Ed കോഴ്സിനുള്ളതാണോ? കോഴ്സിനുള്ള ഇന്റർവ്യൂ സ്റ്റാർട്ടിങ് നാളെ ലിസ്റ്റിലുണ്ട് ഞാൻ. അപ്പോ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഇതും ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ എങ്ങനെ പോണോന്നൊരു പിടിയില്ല സാർ. അങ്ങനെ ശരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക. ആദ്യമായിട്ട് സാരിയെ കൊടുക്കുവാണെങ്കിൽ ഉപേക്ഷിക്കുക. നല്ലൊരു സൽവാറിലാണ് കംഫർട്ട് എങ്കിൽ സൽവാർ ഇടുക. ഷോൾ ഉള്ള സൽവാർ ആണെങ്കിൽ നന്നായിരിക്കും, അല്ലെങ്കിൽ നല്ല കുർത്ത. എന്തോ എനിക്ക് ക്ലിയർ ആയില്ല. അല്ല പക്ഷേ സാരി വലിയ എനിക്ക് ഓക്കെയാണ്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ ആ ഇന്റർവ്യൂല് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള സാരി ആണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സാരി യൂസ് ചെയ്യുക. അതെ, സിജി അവിടെ എഴുതിയിട്ടുണ്ട് അവോയ്ഡ് ഡാർക്ക് കളേഴ്സ്. നമ്മൾ പോകുന്നത് ഒരു ഇന്റർവ്യൂവിനാണ്, അതും B.Ed കോഴ്സിനാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ആകുക എന്നുള്ളതാണ്. സിമ്പിൾ ഡ്രസ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, ഫ്രഷ് ലുക്ക് തോന്നുന്നതായിരിക്കണം. മുഷിഞ്ഞ സാരി ഒന്നും ആവാതെ, അതുണ്ടാവില്ല എന്ന് എനിക്കറിയാം. നല്ല വൃത്തിയായിട്ട് നമ്മള് പിന്നെ ചുളുങ്ങി കൂടിയതൊന്നും ആവരുതെന്നേ ഉള്ളൂ. കോട്ടണിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കോട്ടൺ ആയിരിക്കും ബെറ്റർ, കാരണം അത് അങ്ങനെ ഇരിക്കുമല്ലോ. ഇനി അതല്ല നല്ല കുർത്തീസ് ഒക്കെ ആണെങ്കിൽ കുർത്തീസ് ഇടുക, കുർത്തീസ് ആയാലും മതി. നല്ല ഷോളുള്ള എല്ലാം മാച്ച് ആവുന്ന രീതിയിൽ, കാരണം ഷോള് വേറെ ഏതിന്റെയും അങ്ങനെ നമ്മൾ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങുന്ന പോലെയുള്ള ഡ്രസ്സിങ് ഒഴിവാക്കുക. ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും കോഴ്സ് നിങ്ങൾ ഇപ്പോഴേ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നേ. കോഴ്സ് കഴിയുന്നതിന് മുമ്പ് പറ്റും. ഫസ്റ്റ് ബാച്ചിലൊക്കെ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. 1-2 പേർക്ക് മാത്രമേ ഉള്ളൂ പരീക്ഷ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ. ഒക്കെ ആ ഒരു ടെൻഷനേ വേണ്ട. അവർക്ക് ഫസ്റ്റ് എക്സാം അവർക്ക് പറഞ്ഞിട്ടുണ്ട്. മോഡ്യൂൾ 1 ഓൾമോസ്റ്റ് തീരാറായി. മോഡ്യൂൾ 1 തീരുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാകും. ഓക്കെ, അത് ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ തന്നെ മാറും. ഇപ്പൊ തന്നെ കുറെ ഡിഫറൻസ് വന്നു, പല എക്സ്പീരിയൻസ് വന്നു. നിങ്ങൾ കൂടുതൽ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങി അല്ലെ പലരെയും. ഇപ്പൊ കൊച്ചുറാണിയുടെ ഇന്റർവെൻഷൻ, അത് നമ്മൾ ആവശ്യത്തിന് ഇന്റർവ്യൂൻ ചെയ്യണം, അനാവശ്യമായിട്ട് നമ്മൾ ഇടപെടലുകൾ നടത്തരുത്. അത് തന്നെയാണ് മോണ്ടിസോറിയുടെ മെത്തേഡ്. നമ്മൾ അവിടെ കുട്ടികളെ നോക്കുമ്പോൾ ഒബ്സർവറാ, അവർക്ക് ആവശ്യമുണ്ട്, നമ്മുടെ സപ്പോർട്ട് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ അവിടെ ഇടപെടണം. അതുപോലെ തന്നെ ആ ടീച്ചറുടെ കേസിലും കൊച്ചുറാണി ചെയ്തത് അതല്ലേ. ആ ടീച്ചർക്ക് ആ ഒരു സമയത്ത് നമ്മളുടെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്, ഗൈഡൻസ് ആവശ്യമുണ്ടെന്ന് മനസ്സിലായപ്പോ അവിടെ ഇടപെട്ടു. അത് തന്നെയാണ്. ഞാൻ മെസ്സേജ് നോക്കിക്കോട്ടെ. കോഴ്സ് അത് ഞാൻ പറഞ്ഞു. എക്സാം എപ്പോഴത്തേക്കാ മാം? ഇപ്പൊ നമ്മള് പാർട്ട് 2 അല്ലേ ചെയ്തോണ്ടിരിക്കുന്നേ. പാർട്ട് 3 ഉണ്ട്, പാർട്ട് 4 ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അത് കഴിയുമ്പോൾ ഒരു മോഡ്യൂൾ കഴിയുമ്പോൾ എക്സാം. ഇനിയിപ്പോ ഓണം വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് മിക്കവാറും സെപ്റ്റംബർ ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ എക്സാം നമുക്ക് നടത്താൻ പറ്റുമായിരിക്കും. പിന്നെ അത് പറയും, ഒരു വീക്ക് നിങ്ങൾക്ക് അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അവധിയൊക്കെ തരും. വീടിനടുത്തൊരു ഹാമിൽട്ടൺ മോണ്ടിസോറി സ്കൂൾ ഉണ്ട്. അപ്പൊ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിടണോ മിസ്? യെസ്, കൊടുത്തു. തീർച്ചയായിട്ടും അവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക അനുപമ. അതിന്റെ എൻവയോൺമെന്റ് ഒക്കെ കാണാനായിട്ട് പറ്റുമല്ലോ. ജസ്റ്റ് ഒന്ന് അങ്ങനെ ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്, എനിക്കൊന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനാന്നൊക്കെ പറഞ്ഞെങ്കിൽ അവർ പെർമിറ്റ് ചെയ്യും. അതൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല. ഒരു മെയ് ഒക്കെ സമയം. ചോദിച്ചോട്ടെ? യെസ് നിഷ. ഞാൻ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്.
എൻ്റെ കുട്ടി പഠിക്കുന്നത് 1ാം ക്ലാസ്സിലാണ്. സെയിം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് പഠിക്കാൻ വരുന്നുണ്ട്, ബോയ് ആണ്. പക്ഷേ ആ കുട്ടീന് അക്ഷരം ഒന്നും അറിയില്ല, ഒരക്ഷരവും അറിയത്തില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഈ വർഷം തൊട്ടാ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്തോരം പഠിപ്പിച്ചിട്ടും ഇന്നിപ്പോ ഒരു എയും ബിയും പഠിപ്പിച്ചു, അത് പിറ്റേ ദിവസം വരും എഴുതാൻ പറഞ്ഞാൽ ഇതാണോ ഇതാണോ എന്ന് ചോദിക്കും. അവൻ എന്തോ ഒരു ഡിഫക്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നേ. ശരി ശരി. അപ്പൊ എനിക്കത് എന്ത് മെത്തേഡ് അപ്ലൈ ചെയ്ത് എന്ത് പറഞ്ഞിട്ട് അവന് മനസ്സിലാകുന്നില്ല. ഞാൻ നല്ലപോലെ പറഞ്ഞു കൊടുത്തു. ചിലപ്പോൾ ദേഷ്യം വരുവേ നമ്മൾ ഒത്തിരി പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ. പക്ഷെ എനിക്കും അതിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മോണ്ടിസോറി ചോദിക്കാവോ ഇല്ലയോ എന്നറിയത്തില്ല. മോണ്ടിസോറി കോഴ്സ് ചെയ്തുകൊണ്ടും ഇരിക്കുക. ഇപ്പം എനിക്കത് ഇനി എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തരാമോ? നമ്മുടെ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയുള്ളൂ. ഒരു 2-3 ലെറ്റർ ആയെങ്കിൽ അത് ഒന്ന് ആ കുട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അതിനോട് അവന്റെ അപ്രോച്ച് എങ്ങനെയാന്ന്. ശരിക്കും അക്ഷരം എഴുതാൻ അല്ലെങ്കിൽ അങ്ങനെ വായിക്കാൻ ആ ഒരു ലിംഗ്വിസ്റ്റിക് പ്രോബ്ലം ഉള്ള കുട്ടികൾ, ഇതൊക്കെ ചെറിയ കുട്ടികളാണ്. വലിയ കുട്ടികളിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന തെറാപ്പി ആർട്ട് തെറാപ്പിയാണ്. ആർട്ട് തെറാപ്പി എന്ന് പറഞ്ഞാൽ മ്യൂസിക് ത്രൂ സ്റ്റോറീസ്. പ്രൊനൗൺസിയേഷനും പറ്റുന്നില്ല, എഴുത്തും പറ്റുന്നില്ല. ഒരേ ക്ലാസ്സിലാണ് എൻ്റെ കുഞ്ഞും പഠിക്കുന്നത്, അവനും പഠിക്കുന്ന ഒരേ ക്ലാസ്സിൽ തന്നെയാണ്. പക്ഷെ മറ്റുള്ളൊരു കുട്ടി ഇവന് ഭയങ്കര എന്തോ ഒരു പ്രശ്നമുള്ള ഓരോരു എല്ലാ സബ്ജക്റ്റും എങ്ങനെയാണോ? മാത്സ് എങ്ങനെയാണ്? അങ്ങനെയാണ് എല്ലാ സബ്ജക്റ്റ്. അപ്പൊ എൻ്റെ കൊച്ചും ആ കുട്ടി ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് അവരുടെ പേരൻസ് പറഞ്ഞേക്കുന്ന ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചർ വരും, ഞങ്ങളോട് പരാതി ഒന്നും പറയണ്ട, ആ ടീച്ചറിനോട് പറഞ്ഞോളൂ. അപ്പൊ അവര് തമിഴ് മീഡിയമാണേ. ഓ ശരി. അപ്പൊ നമ്മൾ പറയുന്നതിൽ മനസ്സിലാകും, ചിലത് മനസ്സിലാകത്തില്ല, എന്നാലും അവന് അത്യാവശ്യം മനസ്സിലാകുന്നുണ്ട്. ഇത് ഇടുക്കി. ഇടുക്കിയാണ്. തമിഴ് മീഡിയം എന്ന് പറയുമ്പോ എല്ലാ മെയിൻ സബ്ജക്റ്റ് ഒക്കെ തമിഴിലാണോ? അല്ലല്ല, അവൻ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നേ. മലയാളം പഠിപ്പിക്കുക. മലയാളം ഒരു ഓപ്ഷൻ കാണുമല്ലോ, തമിഴാണോ മലയാളം. അപ്പൊ മലയാളമാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പൊ വീട്ടിൽ മൊത്തം തമിഴാന്ന് തോന്നുന്നേ. തമിഴാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിലാണേലും എന്താണേലും അവന് ഒന്നും അറിയില്ല. ഈ വർഷം തുടങ്ങിയത് ട്യൂഷന്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പിന്നെ റൈംസ്, നിങ്ങൾ ആൽഫബറ്റ്സിനും നമ്മുടെ റെക്കോർഡിൽ വരാൻ പോകുന്നതാണ്. നമ്പറിനും ആൽഫബറ്റ്സിനും നമ്പർ റൈംസും അതുപോലെ തന്നെ ആൽഫബറ്റിന്റെ റൈംസും നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള റൈംസ് ഉണ്ടാക്കിയിട്ട് ഒരു റിഥത്തിൽ അവനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കണം. പിന്നെ ഈ സാൻഡ് പേപ്പർ ലെറ്റർ ഒന്ന് ഇടയ്ക്ക് അവന്റെ കയ്യിൽ കൊടുക്കുക. അപ്പൊ അവൻ അതിലൂടെ ഇങ്ങനെ വിരലോടിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ 1ാം ക്ലാസ് ആയില്ലേ, നമ്മൾ എന്തായാലും അവന് പറഞ്ഞു കൊടുക്കണം. ലെറ്റർ ഇതാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് ഓടിച്ചതിന് ശേഷം അതുപോലെ എഴുതാൻ പറയും. കുട്ടികൾ പലപ്പോഴും അക്ഷരങ്ങൾ അറിയില്ലെങ്കിൽ ഒരു അക്ഷരം കണ്ടാൽ അതുപോലെ തന്നെ വരച്ചു വെക്കാൻ ശ്രമിക്കും. ആ ഒരു പ്രായമായിട്ടുണ്ട്. നോക്കി വരയ്ക്കും, പക്ഷെ അവന് അല്ലാതെ ഒന്നിനും. പക്ഷെ അവന് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താൽ ഇതാണോ നമ്മൾ ഇച്ചിരി എഴുതടാന്ന് ഇച്ചിരി ഒന്ന് ദേഷ്യപ്പെട്ട് ഇച്ചിരി ഒന്ന് ഇത് പറഞ്ഞാ ഒന്നും നമ്മുടെ മുഖത്തോട്ട് നോക്കി പാവം പോലെ ഇങ്ങനെ അങ്ങ് ഇരിക്കുവേ. ഒരു റിയാക്ഷൻ ഇല്ലാതെ ഇങ്ങനെ അങ്ങ് ഇരിക്കും. നമ്മളുടെ സെൻസസിലെ 5 സെൻസസിലെ 3 സെൻസ് നല്ല പോലെ ഉപയോഗിക്കുക. ഒന്ന് ഓഡിറ്ററി, വിഷ്വൽ, കിനസ്തെറ്റിക്സ്. ഓഡിറ്ററി നമ്മൾ കേൾക്കുന്നത്, വിഷ്വൽ നമ്മൾ കാണുന്നത്, കിനസ്തെറ്റിക് ടച്ച്, ഫീൽ. അവന് ശരിക്കും കിനസ്തെറ്റിക് ആ ടച്ച് അവനിൽ ശരിക്കും വരണം. നമ്മുടെ ഒരു ടച്ച് നമ്മളുടെ ടച്ചും വരണം. അവൻ ടച്ച് ചെയ്ത് തന്നെ ആൽഫബറ്റ്സ് പഠിക്കണം. നമുക്ക് നോക്കാം വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത്. ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഇതിലെ യൂണിറ്റ് 10 ലാസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. ആ ഒരു ടൈറ്റിലിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓരോരുത്തരും പല പല വ്യത്യസ്തതയോട് കൂടിയാണ്. അതെ, യുണീക്ക് ആണെന്നല്ലേ നമ്മൾ പറയില്ലേ. ഓരോ കുഞ്ഞും വ്യത്യാസമുള്ളവരാണ്. അതുപോലെ തന്നെ എല്ലാരും വ്യത്യാസമുള്ളവരാണ്. ഓക്കെ, ഹ്യൂമൻ ബീയിങ്സ് ഒറ്റ ഗ്രൂപ്പായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ തന്നെയും ഓരോരുത്തരും തമ്മിൽ ഓരോ ഡിഫറൻസസ് ഉണ്ട്. ഐഡന്റിക്കൽ തിങ്സ് ആണെങ്കിലും കാഴ്ചയിൽ ഒരുപോലെ തന്നെ ഉണ്ടെങ്കിലും അവര് തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ്
നമുക്ക് പറയാനായിട്ട് പറ്റും ഓരോരുത്തരുടെ രീതികൾ. ഓക്കെ, ആരാ വായിക്കാം? യൂണിറ്റ് 10 ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഫസ്റ്റ് പാരഗ്രാഫ്. ഞാൻ വായിക്കട്ടെ മിസ്സേ? തീരുമാനിച്ചു വായിച്ചു. Okay, ma'am, ഞാൻ വായിക്കാം. Individual differences. It is an unquestionable fact that human beings resemble each other in certain aspects, but they are not exactly alike in all respects. No two individuals are similar, not even identical twins. Individual differs in their intelligence, aptitude, interest, attitude, and other personality traits. These disparities between individuals that separate them from one another and make one as a distinctive individual in oneself are termed as individual difference. Yes. So, ഒരാളെ വേറൊരാളിൽ നിന്നും വേർതിരിച്ച് കാണിക്കുന്ന, അല്ലെ, ടു ഡിസ്റ്റിംഗ്വിഷ് വൺ പേഴ്സൺ ഫ്രം അനദർ. അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇൻഡിവിജ്വാലിറ്റി പറയണത്. എനിക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, നിഷയുടെ ഇൻഡിവിജ്വാലിറ്റി വേറെ ആയിരിക്കും, കീർത്തിയുടെ വേറെ ആയിരിക്കും, ജയശ്രീയുടെ വേറെ ആയിരിക്കും. അപ്പൊ നമുക്കങ്ങനെ ഓരോരുത്തർക്കും യുണീക്ക് ആയിട്ട് പ്രത്യേകതകളുണ്ട്. അതാണ് ഇൻഡിവിജ്വൽ. ഒരാളെ മറ്റൊരാൾ അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കില്ലേ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇല്ലെങ്കിൽ. അതാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ അതർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, മറ്റുള്ള സ്വഭാവ വിശേഷങ്ങൾ, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, പിന്നെ ഇന്റലിജൻസ്, ബുദ്ധിയുടെ കാര്യത്തില്. ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികൾ ഉണ്ടെങ്കിൽ 2 പേരുടെ ഇൻട്രസ്റ്റ് രണ്ടായിരിക്കും. ഒരാള് ചെസ്സില് ഭയങ്കര താല്പര്യം കാണിക്കുവാണെങ്കിൽ ഒരാള് ഭരതനാട്യത്തിലായിരിക്കും, ഒരാള് ചിലപ്പോൾ കുക്കിങ്ങിലായിരിക്കും കാണിക്കുക. അങ്ങനെ പലതിലും പലർക്കും പല ടേസ്റ്റ് ഉണ്ടാവും, ഇന്റലിജൻസിലെ ഡിഫറൻസ് ഉണ്ടാവും. പറയുന്നത് അവൻ നല്ലപോലെ പഠിക്കും, പക്ഷെ മറ്റവന് ആവറേജ് ആണ്, പക്ഷെ സ്പോർട്സിൽ മുമ്പിലാണ്. അങ്ങനെ ഓരോ കുട്ടിക്കും ഓരോ യുണീക്ക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ നിശ്ചയിക്കുന്നത്. നെക്സ്റ്റ്, ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ നമുക്ക് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. അതിന്റെ നേച്ചർ അനുസരിച്ച് പല ഡിഗ്രിയിൽ, പല ലെവലിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നെക്സ്റ്റ് പറയുന്നത്. അത് സ്ക്രോൾ ചെയ്ത് വെക്കാം. നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അത് 1 പറഞ്ഞിട്ട് പോയിന്റ് വെച്ചിട്ടുണ്ട്. ആ 1-ൽ തന്നെ A, B എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് 1 എന്നുള്ളത് മുഴുവനും ഒരാളൊന്ന് വായിക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Individual differences are one of degree, not one of kind. All persons do have common human traits, but the amount and properties of such traits differ from person that leads to uniqueness of personality and behavior. So the concept of individual differences means 2 quantitative differences found among the individuals in respect of a specific trait or various traits. A, B കൂടെ വായിച്ചു. Normal distributions of traits. All measures of traits that contribute to individual difference tend to distribute themselves as per the laws of normal probability curve. B. There exist both individual and intra-individual difference. Individuals not only differ among themselves with regard to a specific trait, but differences may also be noticed within the same individual when he is studied in respect of various traits. Thank you. പല രീതിയിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, നമുക്ക് അതൊന്ന് ഒബ്സർവ് ചെയ്യാം, സ്റ്റഡി ചെയ്യാം. പല രീതിയിലുണ്ടാകാം. ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ
നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതിലുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഇൻഹെറിറ്റഡും അതുപോലെ തന്നെ അക്വയർഡും. ഇൻഹെറിറ്റഡ് നമുക്ക് ഓൾറെഡി എന്താ അത് വരുന്നത് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസസ്, പിന്നെ മെന്റൽ ആയിട്ടുള്ള ഡിഫറൻസസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി അക്വേർഡ് നമ്മൾ ആർജിച്ചെടുക്കുന്നത് അല്ലെ, സോഷ്യലി നമ്മൾ പല കാര്യങ്ങളും ആർജിച്ചെടുക്കുന്നു. നമ്മൾ കുറച്ചൊന്ന് എന്താ പറയാ ഒരു ഏജ് ആവുമ്പോഴേക്കും സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, സൊസൈറ്റിയുടെ പല നീഡ്സും മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെ ഒരു സൊസൈറ്റിയിൽ പെരുമാറണം. അപ്പൊ അത് നമ്മൾ എടുക്കുന്നതാണ് സോഷ്യലി ആർജിച്ചെടുക്കുന്നത്. പിന്നെ കൾച്ചറൽ, കുറച്ചു മുമ്പ് ആരായിരുന്നു, അനീഷയല്ലേ, അനീഷയല്ലോ ഇന്റർവ്യൂവിന് പോകാൻ പോകുന്ന അനശ്വര്യ, ഏത് ഡ്രസ്സ് വേണം, കാരണം നമ്മൾ അവിടെ കൺസേൺ ആണ്, നമ്മൾ പോകുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തിന് യോജിച്ചത് എന്ത് വേണം അല്ലെ. നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്കറിയാം ആ ഒരു സ്ഥലത്ത് യോജിച്ച ഡ്രസ്സ് എനിക്ക് ചേരുന്നത് ഏതാണ് നമുക്കറിയാം. പിന്നെ ഒരു മരണ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിലും നമ്മൾക്ക് ആ ഒരു സെൻസ് ഉണ്ട്. ദാറ്റ്സ് ഓൾ അവർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അപ്പൊ സോഷ്യലി നമ്മൾക്ക് കിട്ടുന്നത്, കൾച്ചറൽ ആയിട്ട് നമ്മൾക്ക് കിട്ടുന്നത്, പിന്നെ എഡ്യൂക്കേഷണൽ പഠിക്കുന്ന നമ്മളുടെ ആ ഒരു എഡ്യൂക്കേഷൻ അനുസരിച്ച് നമുക്ക് കിട്ടുന്നത്, പിന്നെ ഇമോഷണലി നമ്മൾ അക്വയർ ചെയ്യുന്നത്, ഇതെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ വരും. ഇതിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഓൾറെഡി നമ്മളിലുള്ളത് ഇൻബോൺ എന്ന് പറയുവാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ മെന്റൽ രീതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് ഇൻഹെറിറ്റഡ്. മറ്റേത് അക്വേർഡ് ആണ്, നമ്മൾ ആർജിച്ചെടുക്കുന്നത്. അത് നമുക്ക് സോഷ്യൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, നമ്മുടെ ഇമോഷണൽ, അങ്ങനെയൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരാറുണ്ട്. ഓക്കെ, പിന്നെ ഈ ഫിസിക്കൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, എന്താ ഫിസിക്കൽ ഡിഫറൻസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ ഒരാൾക്ക് പൊക്കമുണ്ട്, അത് അയാളുടെ ഒരു ഡിഫറൻസ് ആണ്. പൊക്കം കുറവ്, അതും ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ് അല്ലെ. പിന്നെ കളറിന്റെ കാര്യത്തിൽ പറയില്ലേ, ഡാർക്ക്, ഫെയർ, അങ്ങനെയൊക്കെ പറയുന്നത്, അതല്ല കോംപ്ലക്ഷൻ വെച്ച് പറയുന്നതും ഫിസിക്കൽ ഡിഫറൻസ് ആണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസിലെ പിന്നെ ഫാറ്റ്, വണ്ണം ഉള്ള ആള്, വണ്ണം കുറഞ്ഞ മെലിഞ്ഞ ആള്, ഇതെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഒരാളെ നമ്മൾ വിശേഷിപ്പിക്കാനായിട്ട് ആയിട്ട് പറയുന്നത് ഫിസിക്കൽ ഡിഫറൻസസ് വെച്ച് പറയുമല്ലോ. പിന്നെ വളരെ വീക്ക് ആയിട്ടുള്ള ഒരാള്, അങ്ങനെയൊക്കെ നമ്മൾ ഫിസിക്കലി പറയുന്നത്, അതെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ വരും. അതെല്ലാം ഫിസിക്കൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ IQ ലെവൽ വെച്ചിട്ട് ഇന്റലിജൻസിന് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പറയാറുണ്ട്. IQ ലെവൽ വെച്ചിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഈ എന്താ പറയാ, 10th എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ സ്ക്രൈബിന് വേണമെന്നുണ്ടോ എന്നുള്ളത് അതൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴാണ് IQ ലെവല് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പറയുന്നത്. പിന്നെ ആറ്റിറ്റ്യൂഡിലുള്ള ഡിഫറൻസ്, അച്ചീവ്മെന്റിലുള്ള ഡിഫറൻസ്, ഇതെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ വരും. പിന്നെ നമ്മളുടെ മോട്ടോർ എബിലിറ്റി, നമ്മളുടെ മൂവ്മെന്റ്, ചിലര് നടക്കുന്നത് ഭയങ്കര സ്പീഡില് ഭയങ്കര എനർജറ്റിക് ആയിട്ട് നടക്കും, ചിലര് വളരെ പതുക്കെ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഒരാളുടെ ഡിഫറൻസസ് പറയാറുണ്ട്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, മെക്കാനിക്കലായിട്ട് വീട്ടിലൊരു പൈപ്പ് പൊട്ടി, ചില ആളുകൾ ഭയങ്കര, അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പെട്ടെന്ന് അത് ശരിയാക്കി എടുക്കും. അവർക്ക് അതിൽ ഭയങ്കര ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതെല്ലാം അവരുടെ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആയിട്ട് പറയാനായിട്ട് പറ്റും. പിന്നെ ചിലര് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യും, നല്ല ഭംഗിയായിട്ട് മെഹന്തി ഇടും, നല്ലപോലെ കുക്ക് ചെയ്യും. അതെല്ലാം ഓരോ വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റിയെ കണക്ട് ചെയ്യുന്ന ഡിഫറൻസസ് ആണ്. പക്ഷെ ചിലർക്ക് ചില ടാസ്ക് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ കുക്കിംഗ്, അവർ ചിലപ്പോൾ ദേ വിൽ ടേക്ക് മോർ ടൈം, കുറേ സമയം എടുത്ത് ചെയ്യേണ്ടവരുമായിരിക്കും. പിന്നെ ഏതെങ്കിലും ഒന്ന് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ കുറേ ടൈം എടുക്കും. ചിലര് പെട്ടെന്ന് അങ്ങനെ, അതെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസസ് തന്നെയാണ്. പക്ഷെ ചിലര് പതുക്കെ ചെയ്താലും ഭയങ്കര നീറ്റായി ചെയ്യുന്നവരുണ്ട്. എപ്പോഴും ഈ വുമണിനെയും അതുപോലെ മെന്നിനെയും കമ്പയർ ചെയ്ത് പറയാറുണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ കാര്യത്തില്. അങ്ങനെ കുറെ ഒബ്സർവേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് വുമൺ ഹാവ് ഗ്രേറ്റർ സ്കിൽ ഇൻ മെമ്മറി, സ്ത്രീകൾക്ക് ഭയങ്കര മെമ്മറി, ഭയങ്കര പവറാണ്. അത് കമ്പയർ ചെയ്ത് പുരുഷന്മാരുടെ പറയുമ്പോൾ അവർക്ക് മോട്ടോർ എബിലിറ്റി, മൂവ്മെന്റ്സിന്റെ കാര്യത്തില് രണ്ടുപേരും ഒരുമിച്ച് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും അഡൾട്ട് ആയിട്ടുള്ള രണ്ട് ഓപ്പോസിറ്റ് സെക്സിലുള്ളവർ നടക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ സ്ത്രീയെക്കാളും മുമ്പ്
പുരുഷൻ പോകും. പക്ഷെ മെമ്മറി പവർ വരുമ്പോഴേക്കും സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ മുമ്പിൽ എന്നാണ് പറയുന്നത്. പിന്നെ ഹാൻഡ് റൈറ്റിംഗ്, വുമന്റെ ഹാൻഡ് റൈറ്റിംഗ് മോർ സുപ്പീരിയർ ആണ് ദാൻ മെൻ എന്നാണ് പറയുക. അതുപോലെ ഈ കുക്കിംഗ് കൂടുതലും വുമൺ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ടേസ്റ്റ്, സ്മെല്ല്, പെട്ടെന്ന് സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും ഏത് ഡിഷാണ്, അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ആ ഒരു ഇതെല്ലാം ലേഡീസിന് കൂടുതലാണെന്ന്. പക്ഷെ പുരുഷന്മാരെ വച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജസ് കൈകാര്യം ചെയ്യുന്നില്ല, വുമൺ ആണ് മോർ സുപ്പീരിയർ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു നമുക്ക് ക്ലാസ്സിൽ സയൻസ് സബ്ജക്റ്റും ഉണ്ട് ലാംഗ്വേജും ഉണ്ടെങ്കിൽ സ്ത്രീകൾ പൊതുവെ ലാംഗ്വേജിലാണ് കൂടുതൽ സുപ്പീരിയർ. അതേസമയം കാൽക്കുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലൊക്കെ ബോയ്സ് ആയിരിക്കും കൂടുതൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ജസ്റ്റ് ജനറൽ കമ്പാരിസൺ ആട്ടോ. ഇതൊക്കെ കുറെയൊക്കെ ഉള്ളൊരു ഡിഫറൻസ്. പിന്നെ നമുക്കിങ്ങനെ ഡിഫറൻസ് ഡ്യൂ ടു എക്കണോമിക് സ്റ്റാറ്റസ്, നമുക്കിപ്പോ സോഷ്യൽ കൾച്ചർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ ഭാഗമായിട്ട് വരും. പിന്നെ നമ്മളുടെ എക്കണോമിക് ഡിഫറൻസസ്, എക്കണോമിക് സ്റ്റാറ്റസ് അനുസരിച്ച് നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റിയിലും ആ ഒരു വ്യത്യാസം ഉണ്ട്. എനിക്ക് മെഡിസിന് പോകണം, പക്ഷെ എന്റെ എക്കണോമിക് സ്റ്റാറ്റസ് ഭയങ്കര ലോ ആണ്. സോ ആ ഭയങ്കര ഫീസാണ് ഞാൻ ആ കോഴ്സിന് ചേരാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് വിചാരിക്കുക. അപ്പൊ എന്റെ എക്കണോമിക് സ്റ്റാറ്റസ് ലോ ആയതുകൊണ്ട് അത് എന്റെ ആ ഒരു ഇൻട്രസ്റ്റ് അവിടെ അങ്ങ് ഇല്ലാണ്ടാവും. അപ്പൊ അതെല്ലാം എക്കണോമിക് ഡിഫറൻസിനനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റില് ഡിഫറൻസ് വരും. അതൊക്കെ എന്താ പറയാ ഫോഴ്സ്ഫുള്ളി വരുന്ന ഡിഫറൻസസ് ആണ് അല്ലെ. ഇപ്പൊ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് പോയിനെ, ക്യാഷ് ഇല്ല, എന്റെ എക്കണോമിക് സ്റ്റാറ്റസ് ഡൾ ആയത് കാരണം ഞാൻ അതിന് പോകുന്നില്ല, അങ്ങനെയൊക്കെ വരാം. അതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ. പിന്നെ അതുപോലെ ഇമോഷണൽ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. നമ്മൾ അക്വേഡില് സോഷ്യൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ അങ്ങനെ പറഞ്ഞപ്പോ ഇമോഷണൽ ഡിഫറൻസസ് പറഞ്ഞു. ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. ചിലര് കാണാറില്ലേ, ചില സിറ്റുവേഷനിൽ ഭയങ്കര ക്ഷമയോടെ ഇരിക്കും, ചിലര് ചിലപ്പോ പൊട്ടിത്തെറിക്കും, അതെല്ലാം ഇറിറ്റേറ്റിംഗ് ആയിട്ട് ചിലരിക്കും. അപ്പൊ ചിലര് പീസ്ഫുൾ നേച്ചർ ആയിരിക്കും, ചിലര് ഭയങ്കര ഇറിറ്റേറ്റഡ്, ഫ്രസ്ട്രേറ്റഡ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ പീസ്ഫുൾ ആയിട്ടുള്ളവർക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ദേഷ്യമൊന്നും വരില്ല. അത് കുറെ ഡിഫറൻസസ്. ഇവിടെ നമ്മൾ പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രേറ്റ്സ്, അതിനകത്തൊരു നോർമൽ പ്രോബബിലിറ്റി കർവ് പറയുന്നുണ്ട്, NPC. നമ്മളിങ്ങനെ പീക്കിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കർവ് വരയ്ക്കാറില്ലേ, നമ്മുടെ ഫിംഗറിന്റെ ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുക കർവ്. അപ്പോ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പല ഏരിയയിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. നമ്മൾ ഓരോ ഏരിയ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. അത് ഈ നോർമൽ പ്രോബബിലിറ്റി കർവ് പോലെ, ആ കർവ് പോലെ ഇരിക്കും ആളുകളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനനുസരിച്ചുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ചിലയിടത്ത് ആ ഡിഫറൻസ് ലോ ആയിരിക്കും, ചിലയിടത്ത് പീക്ക് ആയിരിക്കും, ഹൈ ആയിരിക്കും. ആ രീതിയിൽ ഇങ്ങനെ നമ്മൾ പീക്ക് പോലെ വരുന്നതാണ് NPC എന്നുള്ള കർവ് വെച്ചിട്ട് അതിനൊന്ന് കമ്പയർ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസും ഉണ്ടാകും, ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസും ഉണ്ടാവും. അതായത് അവരുടെ ഉള്ളിൽ തന്നെ അവരുടെ തന്നെ ഒരു സെൽഫുമായിട്ട് ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും, പുറമേ ഉള്ളത് പുറത്തുള്ളതുമായിട്ട് ഡിഫറൻസസ് ഉണ്ടായിരിക്കും. സെയിം ഇൻഡിവിജ്വൽ. പിന്നെ അതുപോലെ തന്നെ അതിപ്പം എന്താ പറയാ, ഞാനിപ്പോ നോർമലി ക്ലാസ് എടുക്കുകയാണ്, എനിക്കിപ്പോ ഞാൻ ഭയങ്കര ഫിസിക്കലി എനിക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, തൊണ്ടവേദന അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവിടെ എനിക്ക് ചിലപ്പോ എന്റെ ബുദ്ധിമുട്ട് പലപ്പോഴും പുറത്തേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാട്ടോ. അപ്പൊ അങ്ങനെ വരുന്നത് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണത്. പിന്നെ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നാൽ പുറത്തുള്ള ആളുകളുമായിട്ടുള്ള ഒരു ഡിഫറൻസസ്. ഒരേ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക, രണ്ടുപേരും ഡോക്ടേഴ്സ്, പക്ഷെ ഒരേ സെഷനാണ്, ഒരേ കാര്യം, രണ്ടും ഫിസിഷ്യൻ ആണെന്ന് വിചാരിക്കുക, പക്ഷെ അവർക്ക് തമ്മിൽ തന്നെ പല ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കാണും. പിന്നെ എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞു നമ്മൾ. എഡ്യൂക്കേഷൻ
അതാണ് നെക്സ്റ്റ് വരുന്നത് എഡ്യൂക്കേഷന്റെ കാര്യം. അപ്പൊ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് കുറച്ചേ ഉള്ളൂ, ചെറിയൊരു ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഓൾമോസ്റ്റ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി. രണ്ട് രീതിയിലാണ്, ഒന്ന് ഇൻഹെറിറ്റഡും മറ്റേത് അക്വേർഡും. ഒന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്നത്, അതാണ് അക്വേർഡ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റഡ് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ളത്, അത് ഫിസിക്കൽ മെന്റൽ ആ ഒരു രീതിയിൽ വരും. എന്നുവെച്ചാൽ നമ്മളുടെ ഇപ്പൊ ഞാനിപ്പോ ഷോർട്ടാണ്, ഒരു സ്റ്റൗട്ട് ആയിട്ടായിരിക്കുന്നത്. അതൊക്കെ എന്റെ ഫിസിക്കൽ ഡിഫറൻസസ് എല്ലാം എന്റെ ആ ഫിസിക്കൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരും. പിന്നെ മെന്റൽ, എന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെ, പീസ്ഫുൾ നേച്ചർ ആണെങ്കിൽ അങ്ങനെ, അങ്ങനത്തെ ആംഗ്രി ഉള്ള നേച്ചർ ആണെങ്കിൽ അങ്ങനെ, അതെല്ലാം വരും. പിന്നെയുള്ളത് അക്വേർഡിലാണ് നമ്മൾ സോഷ്യൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, എക്കണോമിക് സ്റ്റാറ്റസ് മാറുന്നതിനനുസരിച്ചുള്ളത് പറഞ്ഞു. പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളോട് തന്നെ ചില സമയത്ത് ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണും. വേരിയസ് സിറ്റുവേഷൻ വരുന്നതിനനുസരിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തും എനിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്തും രണ്ട് രീതിയിൽ ആ സിറ്റുവേഷൻ മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ വ്യത്യാസങ്ങൾ വരും. പിന്നെ പുറത്തുള്ള വ്യക്തികളുമായിട്ട് അതും വരും. അടുത്തത് എഡ്യൂക്കേഷൻ സെറ്റിംഗിന്റെ ആയിരുന്നു, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, എളുപ്പമാണ്. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് ആഫ്റ്റർ പ്രേയർ, സൈനിങ്, then thought of the day. ഒരു സംശയം ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ? ഓക്കെ, പ്ലീസ് ചോദിക്കൂ. ഹലോ, ചോദിക്കൂ, കേൾക്കാം. ഒരു പിന്നെ ഈ മോണ്ടിസോറി ഇത് എടുക്കുമ്പോ നമ്മൾ ഡിഗ്രി ഏതാണ് എടുക്കേണ്ടത്? ഏതാണ് നല്ലത് എടുക്കാന്? ഇനി ആർക്കാത് അറേഞ്ച് ചോദിച്ചോ? ഷെരീഫ ചോദിക്കണേ. അല്ല, വേറെ ആരെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണോ? അതല്ല, ഞാനിപ്പോ മോണ്ടിസോറിയിൽ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് ഞാൻ ഇപ്പൊ +2 കഴിഞ്ഞിട്ടല്ലേ, 38 വയസ്സിൽ +2 കഴിഞ്ഞതാണ്. അപ്പൊ എനിക്ക് ഡിഗ്രി എടുക്കാൻ ഇങ്ങനെ താല്പര്യമുണ്ട്. അപ്പൊ നമ്മൾ മോണ്ടിസോറി ബേസ് ചെയ്തിട്ട് ഡിഗ്രി ഏത് എടുക്കുകയാണ് ഇതിൽ നല്ലത്? ഈ മോണ്ടിസോറിന്റെ ആവുമ്പോ ചെയ്തത് കൊണ്ട് ഡിഗ്രി ഏതിൽ ചെയ്യാനാ നല്ലതെന്ന്. +2 എന്തായിരുന്നു? നല്ലത്. ഞാന് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അപ്പൊ എനിക്ക് സബ്ജക്റ്റിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല. എനിക്ക് സോഷ്യോളജിയോ അങ്ങനെ വല്ലതും ഉണ്ടോ നിങ്ങൾക്ക് ഡിഗ്രിയില്? സോഷ്യോളജി ഉണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ഇതില് ഹിസ്റ്ററി ആണോ സോഷ്യോളജി ആണോ നല്ലത് എടുക്കാന്? എനിക്ക് ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ നമുക്ക് PSC ക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം എന്റെ ബേസ് ഞാൻ പ്രൊഫഷണൽ ഡിഗ്രി ആയിരുന്നു, ഞാൻ ബിടെക് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് സാധാരണ ഈ BA അത് ഇംഗ്ലീഷ് നന്നായിരിക്കും തോന്നുന്നു, സോഷ്യോളജി നന്നായിരിക്കും തോന്നുന്നു. എന്തോ BA ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ ഹിസ്റ്ററി ആയാലും കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് ടീച്ചേഴ്സിനോട് ചോദിക്കട്ടെ വിചാരിച്ചിട്ട് ചോദിച്ചതാണ് ഏതാണ്. ഇംഗ്ലീഷ് നന്നായിരിക്കും തോന്നുന്നു, കാരണം നമുക്ക് മോണ്ടിസോറിയിൽ ശരിക്കും ഇംഗ്ലീഷാണ് ഏറ്റവും ആവശ്യം വേണ്ടത്. എനിക്കത് തോന്നി. അപ്പൊ ഞാൻ ഒന്ന് സംശയം തീർത്തുന്നു ഉള്ളൂ. വെരി ഗുഡ് ഡിസിഷൻ. ഓക്കെ, ഇതിനോട് കൂടെ തന്നെ പോവാണെങ്കിൽ ചിലപ്പോ അങ്ങനെ പോവും, അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ അവിടെ കിടക്കും. ചെറിയൊരു സംശയം, മോണ്ടിസോറിക്ക് ജോയിൻ ചെയ്തപ്പോഴാണോ വീണ്ടും പഠിക്കണം തോന്നിയത്? അല്ല, ഞാൻ ഓൾറെഡി +1 +2 ഇപ്പൊ 22 വർഷം കഴിഞ്ഞിട്ട്, SLC കഴിഞ്ഞ് 22 വർഷം കഴിഞ്ഞിട്ടാണ് +1 +2 തുല്യത പാസ്സായത്. ഇപ്രാവശ്യം പാസ്സായി. അതിന്റെ ഇടയിലാണ് മോണ്ടിസോറി ഇങ്ങനെ വന്ന് കണ്ടേ ഗ്രൂപ്പില്. അപ്പൊ എനിക്ക് തോന്നി മോണ്ടിസോറി ഒന്ന് ചെയ്താൽ കൊള്ളാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതിൽ ചേർന്നു. അപ്പൊ +2 പാസ്സായപ്പോ മാർക്കൊക്കെ ഉണ്ടായി. അപ്പൊ എനിക്ക് ബ്രദർ പറഞ്ഞ ഡിഗ്രി വേണമെങ്കിൽ എടുത്തോ, എന്തായാലും മോണ്ടിസോറി ഒക്കെ ടീച്ചർ ആവാൻ പഠിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ടീച്ചേഴ്സോട് ചോദിച്ചു വിചാരിച്ചിട്ട്. റെഗുലർ കോഴ്സിന് ചേരാനാണോ ഡിഗ്രി? ഞങ്ങൾക്ക് തുല്യതന്റെ തന്നെ ഉണ്ട് ഇത്രേ. ഞായറാഴ്ച മാത്രമല്ലേ ക്ലാസ് ഉണ്ട്. പെരിന്തൽമണ്ണ, പിന്നെ ഒറ്റപ്പാലൊക്കെ ഉണ്ട്, അവിടെ പട്ടാമ്പി. ഉണ്ടോ? ഞാൻ +2 വരെ ഉള്ളൂന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. നല്ല കാര്യമാണ്. അത് തന്നെ തുല്യത ഫ്രീ ആയിട്ടല്ല,
പിന്നെ 2500 രൂപ കൊടുത്താൽ മതി 6 മാസത്തെ ഒരു സെമ്മിന്. അങ്ങനെ വെച്ചിട്ട് കുറഞ്ഞ ഫീസിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തുല്യത ആൾക്കാർക്ക് ഉണ്ട് ഇത്രേ. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോ അങ്ങനെ ആരെങ്കിലും ആണോ? ആരാ ചെയ്യുന്നത്? ഗവൺമെന്റിന്റെ ആണോ അതോ വേറെ അത് ഗവൺമെന്റ് പഞ്ചായത്തിന്റെ ഒക്കെ ഒരു ഇതായിട്ടാണ് വിശ്വസിക്കാപ്പോ സിസ്റ്റം. ഓക്കെ. ഗവൺമെന്റിന്റെ ഓർഡർ തന്നെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നി ചെയ്യാന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ടീച്ചറിനോട് ചോദിക്കാം, അജിഷ് ഈ മോണ്ടിസോറിന്റെ ടീച്ചർമാരെ ഏതാ എടുത്തിക്കണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കാന്ന് ഇങ്ങനെ വിചാരിച്ചു. 2 ദിവസമായിട്ട് ചോദിക്കണം എന്ന് പിന്നെ ഇങ്ങനെ ഒരു മടിയായിട്ട് അങ്ങനെ ചോദിക്കാതിരുന്നതാണ്. പിന്നെ ഞാൻ മടിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മള് എന്നും തുറന്ന് ചോദിക്കണല്ലേ നല്ലത് എന്ന് വിചാരിച്ചു. ആക്ച്വലി നമുക്ക് ഡിഗ്രി എന്തുണ്ടെങ്കിലും മോണ്ടിസോറിക്ക് ചേരാം. പക്ഷെ ഇപ്പൊ മോണ്ടിസോറി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഡിഗ്രി ചെയ്യണമെങ്കിൽ സോഷ്യോളജി, ഇംഗ്ലീഷ് അതായിരിക്കും നല്ലത്. ഇംഗ്ലീഷ് ആയിരിക്കും കുറെ കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ ബ്രദർ പറഞ്ഞു നിന്റെ മോണ്ടിസോറിന്റെ ടീച്ചേഴ്സിനോട് മാമിനോടും ചോദിച്ചു നോക്ക്, അതേക്കാരം ബെറ്റർ. അപ്പൊ അവരെ ഒന്ന് ചോദിച്ചു നോക്കിക്കളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചതാണ്. ബ്രദറിനും ഒരു നല്ല കൈയടി, ഷെരീഫയ്ക്കും നല്ലൊരു കൈയടി. എനിക്ക് വേണ്ടിയിട്ടാണ്. ബ്രദർ ജോലിക്കാരനാണ്, എഞ്ചിനീയറിംഗ് ഓഫീസിൽ വർക്ക് ചെയ്യണം. അപ്പൊ അവനോട് എന്റെ അനിയനാണ്. അപ്പൊ +2 മാർക്കൊക്കെ നല്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ എന്നോട് ഡിഗ്രിക്ക് ചേർന്ന് നോക്ക്, എനിക്ക് ഈ പ്രായത്തിൽ നമുക്ക് പഠിക്കാനൊക്കെ കഴിയുന്നുണ്ടല്ലോ, എന്നാ വേണേ ചേർന്നോന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ അത്രയും പ്രായത്തിൽ ഇപ്പൊ ഈ ഡിഗ്രിക്കൊക്കെ പോണോന്ന് ചോദിച്ചു. അപ്പൊ വേണേ വെറുതെ ഒരാഴ്ചയിൽ ഒരു ദിവസം പോയാ മതിയല്ലോ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിക്കളാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഉള്ളിൽ നിന്നൊരു ഇൻട്രസ്റ്റ് വന്നാൽ നമുക്ക് എന്തും നേരിടാൻ കഴിയുന്നതാണല്ലോ. അപ്പോ ഒരു തോന്നല് ഡിഗ്രിക്കൊന്ന് കൊടുത്താലോന്ന്. അപ്പൊ ഞാൻ ചോദിച്ചതാണ് ടീച്ചറെ. ഇംഗ്ലീഷ് അല്ലേ, അതാ നല്ലത്. അതൊന്നും ആരോടെങ്കിലും കൂടെ ഒന്ന് അഭിപ്രായം ചോദിക്കൂട്ടോ, കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നു. ഗ്രൂപ്പിൽ ചിലപ്പോ കുറച്ചുകൂടെ പോലെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഓരോ കോഴ്സ് ചോദിച്ചു, ഓൺലൈനിൽ ട്യൂഷനിൽ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു BA ഇംഗ്ലീഷ് നന്നാവും, മോണ്ടിസോറി ടീച്ചിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് ഇതാവും നല്ലത് എന്ന് പറഞ്ഞു. BA ഇംഗ്ലീഷ് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞവര്. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓൾ ദി ബെസ്റ്റ് ഷെരീന. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഫുഡൊക്കെ കഴിച്ചോ മാം? ഇല്ല. ഓക്കെ മാം. സ്കൂളിൽ പോയിട്ട് വന്നപ്പോ ഉച്ച വൈകി. നേരം വൈകിയോ? ഫുഡ് കഴിച്ചോളൂ മാം. മാം, പ്രോജക്റ്റ് എഴുതുന്നുണ്ടല്ലോ, അതിൽ നമ്മുടെ സ്റ്റെപ്സ് ഇല്ലേ, മറ്റേ മാം പറഞ്ഞ പോലെ ആമുഖം, അത് കഴിഞ്ഞിട്ട് എയിം ആൻഡ് ഒബ്ജക്റ്റീവ്, പിന്നെ ഇൻട്രൊഡക്ഷൻ ഡീറ്റെയിൽസ് വെക്കണോ? വേറെന്തെങ്കിലും ഇപ്പം നമ്മൾ ഇത് ഇങ്ങനെ ഇത് ചെയ്യുവാണോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇൻട്രോ കൊടുക്കണോ? കൊടുക്കാമോ? കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഫോമാറ്റ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ അതുപോലെ തന്നെ ഞാൻ തരണത് തന്നെ വേണമെന്നില്ല, അങ്ങനെ ഒന്ന് ചെയ്തോളൂ. ഞാനൊരു എന്താ പറയുക, ഒരു മോഡൽ എന്നുള്ള രീതിയിൽ ഞാൻ തരാം. അത് തന്നെ വരക്കണമെങ്കിൽ യു ആർ ഫ്രീ ടു ഡു ദാറ്റ്. ഓക്കെ മാം. പിന്നെ മെത്തഡോളജിയിൽ ആ ക്വസ്റ്റ്യൻ വെച്ചാൽ പോരെ? അത് പ്രിന്റ് എടുക്കണേക്കാളും നല്ലത് എഴുതുന്നതായിരിക്കില്ലേ? കാരണം ബാലൻസ് എല്ലാം എഴുതിയിട്ട് അത് പ്രിന്റ് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നില്ലേ? ഓക്കെ, മതി, അങ്ങനെ ചെയ്യാം. 5 പേരുടെ ചെയ്യണുള്ളൂ, അതേ ഉള്ളൂ. ഓക്കെ. അതിന് ശേഷം റിസൾട്ട് ആൻഡ് ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞ് അതും കൺക്ലൂഷനും. അനാലിസിസ് വേണ്ടി വരില്ലേ? അത് നല്ലതായിരിക്കില്ലേ? നമ്മൾ എന്തോ അതിൽ നിന്നും മനസ്സിലാക്കി നമ്മൾ എന്ത് അനലൈസ് ചെയ്തു. അപ്പൊ റിസൾട്ടിന് പകരം അനലൈസ് കൊടുത്താൽ മതിയോ? മതി, നമ്മുടെ ഒരു ഒബ്സർവേഷൻ ഒക്കെ വരുന്ന രീതിയിൽ. ഓക്കെ. അപ്പൊ ഒബ്സർവേഷൻ അനലൈസ് എന്ന് പറഞ്ഞുകൊണ്ട് റിസൾട്ടിന് പകരം അങ്ങനെ കൊടുത്തിട്ട് ലാസ്റ്റ് കൊടുക്കാം. കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാം. പാരന്റ്സിന് എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ലെവലില് ഡൊമൈനില് അല്ലെങ്കിൽ അവയർനെസ് ടാസ്ക് കൊടുക്കുന്നത് നന്നായിരിക്കും എന്നൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ. നമ്മുടെ ഒപ്പീനിയൻസും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എഴുതാം. അതേപോലെ തന്നെ ഇപ്പൊ
പിന്നെ ഇപ്പം നമ്മൾ യൂട്യൂബിൽ പാരൻറ്റിങ്ങിൻ്റെ ഇത് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 4 മെത്തേഡ്സ് ആണ് കിട്ടുന്നത്. ഒന്ന് ഓവർ കെയറിങ് ആയിട്ടുള്ളതും ലെസ് റെസ്പോൺസിബിൾ, അങ്ങനെ 4 സെറ്റ്. അപ്പോൾ അതിൻ്റെ പിക്സും ഇപ്പം നമ്മൾ ഫൈൻഡിങ് ചെയ്തപ്പോൾ നമുക്കിപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുമ്പോൾ എത്ര യെസ് എത്ര നോ എന്നുള്ള കുറച്ച് ഇത് കിട്ടുമല്ലോ. അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു ഡയഗ്രാം പോലെ ചെയ്യുന്നതിനും കുഴപ്പമില്ലല്ലോ. ഇത്ര പെർസെൻറ്റേജ് ഇപ്പോൾ നമുക്ക് 35 ക്വസ്റ്റ്യനിൽ ആ 35 100ലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് യെസ് വന്നു, പേഴ്സൺ 1 ഇത്ര പെർസെൻറ്റേജ് ആയിരുന്നു യെസ്, ഇത്ര പെർസെൻറ്റേജ് നോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണതിന് കുഴപ്പമില്ലല്ലോ. ഗ്രാഫ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൊണ്ട് ചെയ്യാം, ബാർ ഗ്രാഫ് ചെയ്യാം, അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നു, അതുകൊണ്ട് ചോദിച്ചത് മാമിനോട്. താങ്ക് യു മാം. ഓക്കെ, ബൈ.